योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ചണ്ടാളൻ ശങ്കരാചാര്യരോട് ചോദിക്കുന്നതായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. കിം ഗംഗാംബുനി ബിംബിതേ അംബരമണൗ ചണ്ടാളവീഥീപയഃ പൂരേ ച അന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരെ പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം സ്വപചോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ. നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധി. ആ വാക്ക് കേട്ടാ അറിയാം ഈ ശ്ലോകം കൂടെ ശങ്കരാചാര്യരുടെ തന്നെയാണെന്ന്. നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധി. തരംഗം എന്ന് വെച്ചാൽ അല, അലയില്ലാത്ത സഹജാനന്ദത്തിന്റെ ആഴി പോലെ, കടല് പോലെ ഉള്ള ബോധാനുഭവത്തില് കോയം വിഭേദഭ്രമഃ. ഒരു ആകാശത്തില് ഉള്ള സൂര്യൻ ഒരു കുളത്തിൽ പ്രതിബിംബിച്ച് കാണുന്നു, നദിയിൽ പ്രതിബിംബിച്ച് കാണുന്നു, വളരെ വൃത്തികെട്ട ഒരു തെരുവിലുള്ള ഒരു കുളത്തിലും പ്രതിബിംബിച്ച് കാണുന്നു. ഈ പ്രതിബിംബത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ബാധ വാസ്തവത്തിലുള്ള സൂര്യനെ സ്പർശിക്കുന്നുണ്ടോ എന്നാണ് ഈ ശ്ലോകാർത്ഥം. ചോദ്യം. ഈ ചോദ്യം മനസ്സിലാവണമെങ്കിൽ തന്നെ നമുക്ക് വേദാന്ത വിചാരം മുഴുവനാവണം. ഗംഗാംബുനി ബിംബിതേ അംബരമണവും. ഗംഗാംബു ഗംഗാജലം, അതില് ബിംബിച്ചിരിക്കുക, പ്രതിബിംബിച്ചിരിക്കുന്ന അംബരമണി സൂര്യൻ. ചണ്ടാളവീഥീപയഃ പൂരേ, ചണ്ടാളവീഥിയിലുള്ള ജലത്തിലും പ്രതിബിംബിച്ചിരിക്കുന്നു. കാഞ്ചനഘടീ മൃത്കുംഭയോർ വാംബരെ, ഒരു സ്വർണ്ണക്കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മൺകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതേതെങ്കിലുമൊക്കെ വാസ്തവത്തിലുള്ള സൂര്യനെ ബാധിക്കുമോ? വാസ്തവത്തിലുള്ള സൂര്യൻ എന്താ? സഹജാനന്ദ അവബോധാംബുധി. ആ ചൈതന്യം, ആ പൂർണ്ണവസ്തു എല്ലാ ശരീരത്തിലും പ്രതിബിംബം മാത്രമാണ്. അധ്യാത്മരാമായണത്തിൽ വൈകുന്നേരം പറയേണ്ട കാര്യമാണ്, ഇപ്പൊ പറയാം. 3 ആകാശം വരണ്ട്. ഒന്ന് ബാഹ്യമായ ആകാശം, 2 ഒരു കുട ഉണ്ടെങ്കിൽ ആ കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം. ഇത് രണ്ടും വാസ്തവത്തിൽ രണ്ടാണോ? കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം, പുറമേക്കുള്ള ആകാശവും രണ്ടും ഒന്ന് തന്നെ. കുടം അതിനെ പരിമിതിപ്പെടുത്തിയ പോലെ തോന്നുന്നു, അത്രേ ഉള്ളൂ. കുടം ഉണ്ടെങ്കിലും കുടം പൊട്ടിപ്പോയാലും ആകാശത്തിനൊരു വ്യത്യാസമില്ല. അതുപോലെ എന്നാൽ ഒരാളോട് ചോദിച്ചു ആകാശം ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ അയാള് മഹാകാശവും കാണിച്ചില്ല, ഘടാകാശവും കാണിച്ചില്ല. ആ കുടത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലൊരു റിഫ്ലക്ഷൻ നീല നിറത്തില് ആകാശം കണ്ടു. ഇതാണ് ആകാശം എന്ന് കാണിച്ചു. അത് ആകാശമാണോ? ആകാശമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ? വെറും ഒരു കളർ മാത്രമാണ് അല്ലേ? അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിനകത്ത് ഞാൻ ഇവനാണ്, അവനാണ്, അതാണ്, ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിബിംബമുണ്ട്. ചിത്തഗത ചിത് പ്രതിബിംബ ലക്ഷണോ ജീവ. ചിത്തത്തില് ചിത്തിന്റെ ഒരു പ്രതിബിംബം, അധ്യാസദോഷം കൊണ്ടുണ്ടായിട്ടുള്ളത് ഐഡന്റിറ്റി, സെൽഫ് ഇമേജ്. നമുക്ക് പറയാം ഞാൻ
ഇന്ന ആളാണ് എന്ന് ധരിച്ചിരിക്കണം. അത് വെറും ഒരു റിഫ്ലക്ഷൻ, ഒരു പ്രതിബിംബം മാത്രമാണ്. അതുകൊണ്ട് അതിന് ചിദാഭാസൻ എന്ന് പറയും. ചിത്തിന്റെ ആഭാസം വെറും റിഫ്ലക്ഷനാണ്, വെറും പ്രതിബിംബാണ്. അതിനെ നമ്മൾ അഹങ്കാരം, അഹംവൃത്തി എന്ന് വെറുതെ പറയണം. അത് വാസ്തവത്തിലുള്ള ഞാനല്ല. പക്ഷെ നമ്മൾ ചോദിച്ച ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, എല്ലാ കാർഡിലും ഇയാളുടെ പേരേ കാണുള്ളൂ. വാസ്തവത്തിലുള്ള ഞാനിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യവും നടക്കില്ല. പ്രപഞ്ചത്തിലെ എല്ലാ വ്യവഹാരവും ഈ കള്ളം വെച്ചുകൊണ്ടാണ്. ഭാഗവതത്തില് ജഡഭരതൻ പറഞ്ഞു, നിങ്ങൾക്ക് ലോകവ്യവഹാരം വേണമെങ്കിൽ ഈ പുള്ളി വേണം അവിടെ, പരമാർത്ഥം വേണമെങ്കിൽ ഇയാളെ തിരസ്കരിക്കണം. ന സൂരയോഹി വ്യവഹാരമേനം തത്വാപമർശേന സഹാമനന്തി. തത്വം അറിഞ്ഞ ആള് ഈ വ്യവഹാരത്തിനെ പരമാർത്ഥത്തിലേക്ക് കൊണ്ടുവരില്ല. ഇത് വെറും നാടകം. ശൈലൂഷവദ് വേഷം ഉപാത്തമാത്മന എന്ന് വിവേക ചൂടാമണിയില് ആചാര്യസ്വാമി പറഞ്ഞു. നാടകത്തിൽ വേഷം കെട്ടണ പോലെ അപ്പോ ഓരോരോ ഞാൻ ഇവനാണ് അവനാണ്. ഇത് മുഴുവൻ നിഷേധിക്കലാണ് വേദാന്തം. ജാതിനീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. എല്ലാ ഐഡന്റിറ്റിയും വർണ്ണ ആശ്രമാദി ഭേദങ്ങൾ പഴയ കാലത്ത്. ഇന്നിപ്പോ നമുക്ക് പല ഐഡന്റിറ്റി ഉണ്ട്, പലതരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻ, ഒരു വികാരത്തിനോട് അഹങ്കാരം താതാത്മ്യം പ്രാപിക്കുന്നത് ഐഡന്റിറ്റിയാണ്. ഇതൊന്നും സമൂഹത്തിന് ഉപദേശിക്കാനുള്ള കാര്യമല്ല, വ്യക്തിക്ക് പുറത്തു പോകാനുള്ള കാര്യമാണ്. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സാമൂഹികം ആക്കിക്കളയും. ഇത് വ്യക്തിക്ക് സ്വതന്ത്രമാവാൻ ആത്മവിചാരം ചെയ്യാനുള്ള വഴിയാണ്. രമണാശ്രമത്തില് മഹർഷിയുള്ളപ്പോ മഹർഷിയുടെ സന്നിധിയിൽ തന്നെ കിച്ചണില്, ഡൈനിങ് ഹാളില് ഒരു വശത്ത് ബ്രാഹ്മണർ ഊണ് കഴിക്കാനിരിക്കും, നടുവിലൊരു തടുക്കുണ്ടാവും. ഇങ്ങടെ ഫോറിനേഴ്സ്, ബ്രാഹ്മണർ എല്ലാവരും ഊണ് കഴിക്കാനിരിക്കും. രണ്ടുപേർക്ക് നടുവിൽ മഹർഷി ഇരിക്കും. ഇതൊന്നും വേണം വേണ്ട ഒന്നും പറയില്ല. ഒരു ബ്രാഹ്മണ പയ്യൻ, അന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ വളരെ വിശാലമാണെന്ന് പറയണം. എന്താന്ന് വെച്ചാൽ അങ്ങനെ പോലും ആരും ഇരുന്ന് കഴിക്കില്ല. ഒരു ബ്രാഹ്മണ പയ്യൻ മറ്റേ സൈഡിൽ പോയിരുന്നു. എനിക്ക് ഈ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത്. അപ്പൊ ഇയാളുടെ അച്ഛൻ ഇവിടെ നിന്ന് ബഹളം കൂട്ടാൻ തുടങ്ങി. മഹർഷി രണ്ട് കണ്ടതായിട്ട് നടിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഈ പയ്യൻ പ്രസംഗിക്കാൻ തുടങ്ങി. മഹർഷിയുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഹർഷി ചോദിച്ചു, തനിക്ക് ഭേദമൊന്നുമില്ലയോ? എനിക്ക് ഭേദം. എന്നാ നീ എന്റെ അടുത്താണ് ഇരിക്കേണ്ടത്. ശരീരം ഞാനാണെന്ന് ധരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ഒരു ഭേദം ഉണ്ടാവും. ബാക്കിയൊക്കെ ലോക സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ് വർണ്ണ ആശ്രമധർമ്മങ്ങളൊക്കെ. അതൊക്കെ ധർമ്മമാണ്. അത് മനുഷ്യൻ അവന്റെ സ്വാർത്ഥത്തിനാക്കി മാറ്റുമ്പോൾ അത് ദുഷിച്ചു പോകണം, അത്രയേ ഉള്ളൂ. ആ ഐഡന്റിറ്റി മാത്രമല്ല, അച്ഛനാണ്, അമ്മയാണ്, വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത ശിഷ്യ ആചാര്യതയാ തഥൈവ പിതൃപുത്രാദി ആത്മനാ ഭേദത. ഇല്ലേ, ഈ വർണ്ണാശ്രമഭേദം മാത്രമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ എല്ലാവരും ബ്രഹ്മജ്ഞാനികളായിരിക്കണം അല്ലേ? ആർക്കിപ്പോ വർണ്ണോ ആശ്രമം ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഒക്കെ ജീവൻ മുക്തന്മാരാണെന്ന് പറയണം. അഭിമാനത്തിന് വൃത്തി സാരൂപ്യം വരുമ്പോഴൊക്കെ, എന്ന് വെച്ചാൽ എന്ത് വൃത്തിയോടുകൂടെ ഐഡന്റിറ്റി വരുമ്പോഴും നമ്മൾ ബന്ധത്തിൽ കിടക്കാണ്, അജ്ഞാനത്തിൽ കിടക്കാണ്. ഞാൻ എല്ലാവരും പറയുള്ളൂ മനുഷ്യത്വം അല്ലേ, കേരളത്തിലെ പൊതുവെ ഇഷ്ടമുള്ള വാക്കാണ്. ആ മനുഷ്യനാണെന്ന് പറഞ്ഞാലും ബന്ധാണ്. ശങ്കരാചാര്യര് കർണാടകത്തില് ദിഗ്വിജയം ചെയ്ത് വരുമ്പോ ഒരു ഗ്രാമത്തിൽ വന്നു, ശ്രീബേലി എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് പ്രഭാകരൻ എന്നൊരാൾക്ക് ഒരു മകൻ കുട്ടിക്കാലം മുതൽ മന്ദബുദ്ധി പോലെ പല വൈദ്യന്മാരുടെ അടുത്തും കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു ദോഷമില്ല, എന്താ ഇങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല.
അപ്പോ ശങ്കരാചാര്യർ ആ ഗ്രാമത്തിലേക്ക് വരുമ്പോ ഈ പ്രഭാകര ബ്രാഹ്മണൻ അഗ്നിഹോത്രിയായിരുന്നു അദ്ദേഹം. അവര് ആചാര്യസ്വാമിയുടെ കൃപ കൊണ്ട് കുട്ടിക്ക് നിവൃത്തി ഉണ്ടാവുമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി. ആ കുട്ടിയെ കണ്ടപ്പോ തന്നെ ആചാര്യർക്ക് വളരെ സന്തോഷമായി. അതെന്നുവെച്ചാൽ ഈ ചിലപ്പോഴൊക്കെ മരുന്ന് അന്വേഷിച്ചു പോകുന്ന വൈദ്യന്മാര് നല്ല കുപ്പയ്ക്ക് നടുവില് ഉത്തമ ഔഷധം കണ്ടെത്തും. അതുപോലെ സാധാരണ മനുഷ്യർക്ക് നടുവില് ഒരു വിലപ്പെട്ട വസ്തു പോലെ ഒരു മുക്തപുരുഷൻ, ആരും അറിയാതെ ജഡഭരതനെ പോലെ അവിവൃതശ്വരാമി എന്നാണ്, വെളിയിൽ കാണിക്കാതിരിക്കാം. അപ്പൊ ആ കുട്ടിയെ കണ്ടതും ആചാര്യസ്വാമിയോട് ചോദിച്ചു, നീ ആരാണെന്ന്. കസ്ത്വം ശിശു കസ്യ കുതോസി ഗന്ത കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭകത്വം മത്പ്രീതയേ പ്രീതിവിവർദ്ധനോസി. നീ ആരാണ്? എന്റെ പേരെന്താണ്? എവിടുന്ന് വരുന്നു? എന്റെ അച്ഛനാര്? ബന്ധുക്കളാര്? എന്നെ കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം തോന്നും. ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം എന്തായിരിക്കണം? ഐഡന്റിറ്റി കാർഡ് അല്ലേ? അതാണ് ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡൊക്കെ എന്താ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഈ ചോദ്യം നമ്മളോട് ആരും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ ഇതിന്റെ ഉത്തരം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെയാണ് വേദാന്തികൾ അധ്യാസം എന്ന് പറയണത്. ഞാൻ ഇവനാണ്, ഞാൻ അവനാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, വാനപ്രസ്ഥനാണ്, സന്യാസിയാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ഞാൻ ഡോക്ടറാണ്, മന്ത്രിയാണ്, ഞാൻ വളരെ ബഹുമാന്യനാണ്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ വൃത്തികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആചാര്യസ്വാമി കുട്ടിയോട് ചോദിച്ചതും ഈ ബാലൻ, ഈ ബ്രഹ്മചാരി, ഇത്രയും കാലം മിണ്ടാതിരുന്ന ആള് ആ ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞു, നാഹം മനുഷ്യോ നദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. ഞാൻ മനുഷ്യനോ ദേവനോ യക്ഷനോ ഗന്ധർവനോ ഒന്നുമല്ല. ഞാൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ ഭിക്ഷുവോ അല്ല. നിജബോധരൂപ, ശുദ്ധമായ ബോധസ്വരൂപനാണ് ഞാൻ, ആത്മാവാണ്. നിമിത്തം മനഃചക്ഷുരാദി പ്രവൃത്തോ നിരസ്താഖിലോപാധിരാകാശകൽപഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥാ സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. ഏതൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് ഉപാധികളൊക്കെ ശരീരം മനസ്സൊക്കെ പ്രവർത്തിക്കുന്നു, ആ ശുദ്ധ ചൈതന്യം, ബോധം, അതാണ് ഞാൻ. ഞാൻ ആത്മാവാണ്, ശുദ്ധ ശിവമാണ്, ചൈതന്യമാണ് എന്നിങ്ങനെ 10-11 ശ്ലോകങ്ങൾ. ഹസ്താമലകം, കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ ആത്മതത്വം പ്രകാശിക്കുന്ന ആ വാക്കുകൾ കേട്ട് ആ കുട്ടിയെ ഹസ്താമലകൻ എന്ന് വിളിച്ചു ശങ്കരാചാര്യൻ. അപ്പോ ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഇതിപ്പോ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ആരാന്ന് നമുക്ക് അറിഞ്ഞില്ല, ബാക്കിയൊക്കെ അറിഞ്ഞു. തന്നെ അറിഞ്ഞാൽ താൻ ആകാശകൽപ്പമായ വസ്തുവാണ്, പൂർണ്ണ വസ്തുവാണ്. ഈ ചെറിയ അല്പമായ ശരീരമോ ഈ ശരീരത്തിനകത്തിരിക്കുന്ന വ്യക്തിയോ ഒന്നുമല്ല ഞാൻ. ആ തത്വം അറിഞ്ഞ് അതിൽ നിന്ന് ച്യുതിയില്ലാതെ ടൈംലെസ് ആയിട്ട് ദേശകാല പരിധിക്കുള്ളിലല്ലാതെ ഇരിക്കുന്ന ആളെ ജീവൻ മുക്തൻ എന്ന് പറയുന്നു. ചിലപ്പോഴൊക്കെ തത്വജ്ഞാനം ഉണ്ടായ ആളുകൾ അപ്പൊക്കെ ഒന്ന് പതറിപ്പോകും. ഇത്തിരി കുറച്ചു നേരത്തേക്കൊക്കെ തത്വജ്ഞാന ദാർഢ്യം വരുന്നവരയ്ക്കും ഒന്ന് അറിഞ്ഞാലും ആ പൂർണ്ണ ബ്രഹ്മനിഷ്ഠ വരുന്നവർ അപ്പൊ പഴയ ഓർമ്മകള് ഇടയ്ക്കിടയ്ക്ക് വന്ന് കലർന്ന് അവരുടെ പ്രകൃതിയിൽ ഒരു ചെറിയ കളങ്കം ഉണ്ടാക്കും, കളങ്കം പോലെ. പക്ഷെ അവര് പെട്ടെന്ന് അത് ശരിയാക്കിക്കോളും. അറിഞ്ഞു കഴിയുമ്പോ വീണ്ടും തിരിച്ച്
തന്റെ സ്വരൂപത്തിലേക്ക് നിഷ്ഠയിലേക്ക് വന്നോളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ശങ്കരാചാര്യരുടെ ഈ കഥയെ എടുക്കാം. മഹാപുരുഷന്മാര് ചിലപ്പോഴൊക്കെ ഒന്ന് വഴുതിയാൽ അത് ഒരു ഭംഗിയുണ്ട്. തമിഴില് ഒഴിവിലൊടുക്കുന്ന ഒരു കൃതിയുണ്ട്, നല്ല വേദാന്ത ഗ്രന്ഥാണ്. അതില് കണ്ണുടയ വള്ളലാർ എന്ന് പറയുന്ന ആ ആചാര്യൻ അദ്ദേഹം പറഞ്ഞു, ജ്ഞാനി ചെറുതായിട്ടൊന്ന് വഴുതിയാൽ അത് കാണാൻ ഭംഗിയാണെന്നാണ്. അതിനൊരു ദൃഷ്ടാന്തം പറയണത്, ആനയ്ക്ക് മതം പൊട്ടിയാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഭ്രാന്താണല്ലോ മതം ഒരു വിധത്തിലല്ലേ, എന്നാലും ആനയ്ക്കാണോ മതമെങ്കില് ആനയും മതമാനാൽ ശതിരാകും. ഈ ശതിർ എന്ന് പറയണത് നല്ല ഡാൻസ് നല്ലവണ്ണം കളിക്കുന്ന ആളുകള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അതിന്റെ നടുവില് ആ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് കളിക്കും. അപ്പൊ അത് കാണാനൊരു ഭംഗിയുണ്ട്. ഇപ്പൊ പാട്ട് നല്ല സംഗീതജ്ഞന്മാര് സ്വരഭേദം വരുത്തണ പോലെ, ഇപ്പൊ സ്വരഭേദം വരുത്തുമ്പോ അല്ലേ അത് വളരെ അപൂർവമാണല്ലോ. അത് കാണാൻ ഒരു ഭംഗി, കേൾക്കാൻ ഒരു ഭംഗിയുണ്ട്. അതേപോലെ ജ്ഞാനി മതമാനാൽ യാനൈ മതമാനാൽ ശതിരാകും, ജ്ഞാനി തടൈമേറിനാൽ അഴഹാകും. അതേപോലെ അത് പറഞ്ഞിട്ട് നമ്മൾ അതുപോലെ ചെയ്താൽ നമ്മളെ അല്ലെങ്കിൽ തന്നെ അതിനൊരു ദൃഷ്ടാന്തം പറയുന്നു, നായ് മതമാനാൽ തഹുമോ. നായ്ക്ക് മതം പിടിച്ചാൽ ആരെങ്കിലുമൊക്കെ വില വയ്ക്കുമോ അല്ലേ, തല്ലിക്കൊല്ലോ എല്ലാവരും കൂടെ അല്ലേ. നമ്മൾ അല്ലെങ്കിൽ തന്നെ ഫുൾ അധ്യാസദോഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചെറുതായിട്ട് മഹാപുരുഷന്മാർക്കൊരു ചലനം വരുമ്പോ അല്ലേ, രാമൻ അവതാര പുരുഷനാണ് എന്നിട്ടും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അതൊരു ഭംഗിയാണ്, അതൊരു ഭംഗിയാണ്. അപ്പൊ അതേപോലെയാണ് നമ്മളും ഈ ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിലും എടുക്കേണ്ടത്. വിവേകാനന്ദ സ്വാമി ഖേത്രി മഹാരാജാവിന്റെ ഗുരുവായിരുന്നു. അപ്പൊ ഖേത്രി മഹാരാജാവ് അദ്ദേഹം പരിവ്രാജകനായിട്ട് നടക്കുമ്പോ അവിടെ ഒരു ചെറിയ പെൺകുട്ടി, ഒരു കൊച്ചുകുട്ടി സ്വാമിയുടെ മുമ്പില് ഡാൻസ് കളിക്കണമെന്ന് ആശിച്ചു. അപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ സന്യാസി, ഇതൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കുട്ടി കളിച്ചോട്ടെ എന്ന് പറഞ്ഞു അടുത്ത മുറിയിലിരുന്നു. അപ്പൊ ചെറിയ കുട്ടിയാണ്. അപ്പൊ അതിന് കരച്ചിൽ വന്നിട്ട് അത് സൂർദാസിന്റെ ഒരു ഭജൻ പാടി, പ്രഭുജി ആപ് തോ സമദർശി ഹോ, പ്രഭുജി അങ്ങ് സമദർശിയാണ്, എന്നിലും ഒരുപാട് ദോഷം ഉണ്ടാവും, ദോഷം ഉണ്ടെങ്കിലും കാണരുത് എന്നൊക്കെ പറഞ്ഞു. സ്വാമി കരഞ്ഞുകൊണ്ട് അവിടെ വന്നു. ഇത്രേ ഒരു ക്ഷണനേരത്തേക്ക് ചെറിയൊരു പതർച്ച അല്ലെ. അത് പറഞ്ഞിട്ട് ഇപ്പൊ സന്യാസികളുള്ള ഡാൻസ് ഒക്കെ കാണണമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇങ്ങനെയൊന്നും അർത്ഥമെടുക്കരുത്, ഇങ്ങനെയൊന്നും ശാസ്ത്രത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. ശാസ്ത്രം എല്ലാവർക്കും ഒരു വരമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ ജ്ഞാനി മുക്തപുരുഷൻ നിസ്ത്രൈഗുണ്യെ പഥി വിചരതഃ കോ വിധേ കോ നിഷേധ. ആ ത്രിഗുണാതീതമായ പദത്തിലേക്ക് പോയ ആളുടെ കാര്യമാണ് പറയണത്. അയാൾക്ക് ആ തത്വജ്ഞാനം ഉണ്ടാവുമ്പോൾ പതുക്കെ 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 ഈ ബന്ധങ്ങൾ, ഈ വരമ്പൊക്കെ ശാസ്ത്രം വെച്ചത് നമ്മളൊന്ന് നിയമിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കൺട്രോളിന്റെ ആവശ്യം കഴിഞ്ഞാൽ എടുത്തു കളയാം. സമദർശിത്വം വന്നു, വിരോധമില്ല, സർവത്ര സമദർശിത്വം വന്നു, ശാന്തി വന്നു എങ്കിൽ ഒരു വരമ്പും വേണ്ട. എല്ലാ വരമ്പും കടന്നതാണ് ആത്മസ്വരൂപം എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള അറിവ് ആർക്കുണ്ടോ അവനെ വന്ദിക്കൂ, അവനെ പൂജിക്കൂ, അവനോട് ചോദിച്ച് അറിയേണ്ടത് അറിഞ്ഞുകൊള്ളുക. ഭഗവാൻ തന്നെ ഗീതയിൽ വിധിച്ചു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. തത്വദർശികളായ ജ്ഞാനികൾ, തത്വദർശി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ പറഞ്ഞു തത്വം ദ്രഷ്ടും ശീലം യേശാം എന്നാണ്. അവർക്ക് സ്വാഭാവികമാണ് തത്വദർശനം. ചുമ്മാ എപ്പോഴോ ഇങ്ങനെ ഒരിക്കലും ഒരു സ്പാർക്ക് പോലെ വന്നതല്ല, അത് സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നു, പ്രകൃതിയായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം അവിഛിന്നമായിട്ട് മാറിയിരിക്കുന്നു. രമണ ഭഗവാൻ അരുണാചൽ അക്ഷരമണമാലയില് അങ്ങനെ ഒരു പാട്ടുണ്ട്, രാപ്പകലില്ല വെറുവെളി വീട്ടിൽ രമിത്തിടുവോം വാ അരുണാചല എന്നാണ്. അതായത് ആ അനുഭവത്തിന് രാത്രി പകലൊന്നും ഇല്ല എന്നാണ്. നമുക്ക് ആകെപ്പാടെ നേച്ചർ തന്നിരിക്കുന്ന ടൈം രാത്രി പകലാണ്. ബാക്കിയൊക്കെ വാച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. പ്രകൃതി തന്ന ടൈം എന്താ? രാത്രി പകല്.
ആ രാത്രി പകലെന്നുള്ള വ്യത്യാസമില്ലാത്ത നിരന്തര ആത്മനിഷ്ഠ. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, ജാഗ്രത അജാഗ്രത എന്നില്ലാതെ ബ്രഹ്മാനുഭവം പൂർണ്ണമായി തീർന്ന ആളെ മുക്തപുരുഷൻ, ജീവൻ മുക്തൻ എന്ന് പറയുന്നു. അത്തരത്തിലൊരാളെ ചെന്ന് വന്ദിച്ച് ചോദിച്ച് തത്വം അറിഞ്ഞുകൊള്ളുക. അയാള് ഗുരുവാണ്, ആചാര്യനാണ് എന്ന് പറഞ്ഞു. അതാണ് ഇനി വരാൻ പോണ 5 ശ്ലോകം. അതില് ആദ്യത്തെ ശ്ലോകം ഈ ചണ്ടാള രൂപത്തില് ഉള്ള ആ ഗുരു ചോദിച്ചു, വിപ്രോയം ശ്വപജോയമിത്യപി കോയം മഹാൻ വിഭേദഭ്രമ. ഇവൻ ഇന്നവനാണ്, അവനാണ്, ഇവനാണ് എന്നുള്ള വിഭേദഭ്രമം എവിടുന്ന് വന്നു? ഭേദബുദ്ധി എവിടുന്ന് വന്നു? ബംഗാളിലൊരു ജ്ഞാനി ഉണ്ടായിരുന്നു, ഒരമ്മ, ആനന്ദമയിമ്മ. ഹരിദ്വാറിൽ പോയാൽ നിങ്ങൾക്ക് അവരുടെ സമാധിസ്ഥാനമൊക്കെ കാണാം. നല്ല വലിയ വൈഭവമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പൊ അവര് ഈ ബംഗാളികൾക്ക് വാ വരില്ല. വാ പറയുന്ന സ്ഥലത്തൊക്കെ ബാ പറയും. അപ്പൊ അവരുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, വേദാന്തം എന്താന്ന് ചോദിച്ചു. ഭേദോന്തോ ഈസ് ഭേദോന്തോ. എന്താന്ന് വെച്ചാൽ ഭേദാന്തം തന്നെ വേദാന്തം, ഭേദാന്തം തന്നെ വേദാന്തം എന്നാണ്. ഭേദം അന്തം ചെയ്യപ്പെടുന്നു, അന്യം. അപ്പൊ ഭേദം എങ്ങനെ അന്തം ചെയ്യും? അന്യം ഇല്ലാത്ത സ്ഥിതി, ദൂരീഭൂത അന്യദർശന എന്ന് ഭാഗവതത്തിലൊരു. അന്യം എവിടുന്ന് വരണു? മനസ്സ് ഉദിച്ചുവോ അന്യം വന്നു. മനസ്സ് ഉദിച്ചില്ലേ അന്യമില്ല. മനസ്സ് അന്യത്തിന്റെ ലക്ഷണമാണ്. മൈൻഡ് വർക്ക് ചെയ്യണ്ടോ? അന്യമുണ്ട്. സ്വരൂപത്തില് നമ്മളുണ്ട് എന്നുള്ള അനുഭവത്തിൽ രണ്ടുണ്ടോ? കോൺഷ്യസ്നെസ് ഈസ് ഓൾവേസ് സിംഗുലർ. ഞാനുണ്ട് എന്നുള്ള അനുഭവം എപ്പോഴും ഒന്നാണ്. അതിൽ രണ്ടേ ഇല്ല. അന്യം എവിടെ വരുന്നു? ചിത്തവൃത്തി. ഇപ്പൊ നിങ്ങളെ ഞാൻ ചിന്തിക്കണമെങ്കിൽ എനിക്ക് തോട്ട് വേണം, വേണ്ടേ? നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുറിച്ച് ഞാൻ ചിന്തിക്കണമെങ്കിൽ എനിക്ക് ചിത്തവൃത്തി വേണം, വിചാരം വേണം, അല്ലേ? നിങ്ങൾക്ക് എന്നെ ചിന്തിക്കണമെങ്കിൽ വിചാരം വേണം. നിങ്ങൾക്ക് നിങ്ങളെ ചിന്തിക്കാൻ എന്ത് വേണം? അഥവാ നിങ്ങൾ നിങ്ങളെ ചിന്തിക്കുമോ? ഓർത്തു നോക്കൂ. നിങ്ങളുടെ എക്സിസ്റ്റൻസ് ചിന്തയാണോ? നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ നിലനിൽപ്പ് ചിന്തയാണോ? പിന്നെ എന്താ അത്? അത് അസ്തിത്വമാണ്, അത് ബോധമാണ്, അത് ചൈതന്യമാണ്. അത് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് തോട്ട്. അത് ചിത്തവൃത്തി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട സാധനമല്ല. ബാക്കിയൊക്കെ ചിത്തവൃത്തിയാണ്. അതൊഴിച്ചല്ല, ആ ചിത്തവൃത്തിക്കാണ് വികല്പം എന്ന പേര്. നിർവികല്പം എന്ന് വെച്ചാൽ നമ്മളുടെ അസ്തിത്വത്തിന്റെ പേരാണ്. ഞാനുണ്ട്. ഇപ്പൊ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയ ഇരുട്ട് മുറിയിലിരിക്കുമ്പോ അഹമസ്മി എന്നൊരു അനുഭവമുണ്ട്. വേദം തന്നെ പറയണത് ആർദ്രഞ്ജ്വലതി ജ്യോതിരഹമസ്മി, ജ്യോതിർജ്വലതി ബ്രഹ്മാഹമസ്മി, യോഹമസ്മി ബ്രഹ്മാഹമസ്മി, അഹമസ്മി ബ്രഹ്മാഹമസ്മി, അഹമേവാഹം മാഞ്ജുഹോമി സ്വാഹ. വളരെ ആശ്ചര്യം എന്താ അറിയോ? വേൾഡ് റിലീജിയൻസിലൊക്കെ ഒരു കണക്ഷൻ നോക്കിയാൽ, ക്രിസ്ത്യാനികള് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു കഥ പറയും. മോസസ് പോയി ഒരു പൊന്തക്കാട്ടിൽ തീ കണ്ടു. ദൈവത്തിനെ അന്വേഷിച്ചു പോയതാ. അപ്പൊ ദൈവം തീയായിട്ട് വന്നു അത്രേ. അപ്പൊ തീയിനോട് ചോദിച്ചു, നീ ആരാണോ ചോദിച്ചു. ഞാനാണോ എന്ന് പറഞ്ഞു. ആ തീ വളരെ ശാന്തമായ ഒരു അഗ്നി കണ്ടു. ആ അഗ്നി ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞാനെന്ന് വെച്ചാൽ എന്താ? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അതിനാണ് അത് ഇംഗ്ലീഷില് ഐ ആം ദാറ്റ് ഐ ആം, ഐ ആം ദാറ്റ് ഐ ആം. അതാണ് ഇവര് യഹോവ എന്ന് പറയും. പല സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐ ആം, അഹമസ്മി എന്നാണ് അർത്ഥം. ഇത് വേദപ്രതിപാദ്യമായ വിഷയമാണ്. നോക്കൂ, ആർദ്രഞ്ജ്വലതി ജ്യോതി, ആർദ്രമായ ഒരു ജ്യോതി. ഇത് പോയി കഥയായിട്ട് മാറി അവിടെ എത്തുമ്പോഴേക്കും. ആർദ്രമായ ഒരു ജ്യോതി ജ്വലിക്കുന്നു. അതിന്റെ സ്വഭാവം എന്താ? ഹൃദയത്തില്
അഹമസ്മി അഹമസ്മി. ഇരുട്ടുമുറിയിലിരിക്കുമ്പോഴും അഹമസ്മി, ഞാൻ ഞാൻ. അത് ഈശ്വരന്റെ പ്രസൻസാണ്, സാന്നിധ്യമാണ്. അഹം എന്ന് പറയണത് കയ്യോ കാലോ ആണോ? കയ്യോ കാലോ ആംപ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ, എന്നുവെച്ചാൽ ചിലർക്ക് കാലൊക്കെ മുറിച്ചു കളയല്ലോ, അവർക്ക് ഈ അഹം എന്നുള്ള അനുഭവം ഇത്തിരി കട്ടാവോ, ഇത്തിരി മുറിയോ? ഇന്നിപ്പോ എന്തൊക്കെയോ അംഗങ്ങൾ എടുക്കണു അല്ലെ, ലിവർ എടുക്കണു, കിഡ്നി എടുക്കണു. ചില ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണു ഹൃദയം മിടിപ്പ് നിന്നാ മരിച്ചു പോകുന്നതാണ് നമ്മൾ പറയണത്. പക്ഷെ വാസ്തവത്തിൽ ഹൃദയമൊക്കെ നിർത്തിയിട്ട് സർജറി ചെയ്യുന്നുണ്ട്. ചില സർജറിക്ക് ഹൃദയം നിർത്താതെ വയ്യ. മരിച്ചു പോകുമ്പോ ഹൃദയം നിൽക്കണു, അത്രയേ ഉള്ളൂ. വെറുതെ നിങ്ങൾക്ക് വേറെ ഒന്നും ഉത്തരമില്ലെങ്കിൽ ഹാർട്ട് അറസ്റ്റ് പറയും. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്, ഛേദ്യമാന മഹർനിശം. ഒരു ശ്ലോകമുണ്ട്. ഈ ശരീരമാകുന്ന വൃക്ഷത്തിനെ ആരോ വെട്ടിക്കൊണ്ടേയിരിക്കേണ്ടതെന്നാണ്. അതിൽ ഈ ജീവനാവുന്ന പക്ഷി പറക്കാൻ റെഡിയായിട്ടിരിക്കുന്നുണ്ട്. രാപ്പകലായിട്ട് ഒരാൾ വെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ ശബ്ദമാണ് ഇവിടെ കൈവച്ച കേൾക്കാം, ടക്ക് ടക്ക്. അത് നമ്മൾ വിചാരിക്കുന്നത് ജീവിക്കണ ലക്ഷണമാണെന്നാണ്. അത് മരിക്കണ ലക്ഷണമാണ്. അവസാനത്തെ വെട്ടുവെട്ടിയാ അത് പോവും, ആ പക്ഷി അങ്ങനെ പറന്നു പോവും. അപ്പോ ഇതൊക്കെ ഹാർട്ട് പിടിച്ചു നിർത്തുന്നു, ലിവർ, കിഡ്നി എല്ലാം മാറ്റിയാലും ഈ ഞാൻ എന്നുള്ള അനുഭവം ശരീരത്തിൽ എവിടെയല്ല ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞ് ആകാശത്തിലുള്ള സൂര്യൻ വെള്ളത്തിൽ പ്രതിബിംബിച്ച് കാണുന്നു. വെള്ളത്തിൽ പോയി സൂര്യന് പിടിക്കാൻ പറ്റുമോ? അതേപോലെയാണ് നിങ്ങൾ ഇതിനകത്തുള്ള ഞാനിനെ അന്വേഷിച്ച ഇതിനകത്തല്ല എത്തുന്നത്. അഖണ്ഡമായ അതിരുവരമ്പില്ലാത്ത ഒരു പൂർണ്ണതയാ പോയിട്ട് നിങ്ങൾക്ക് സ്പർശിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്വേഷിക്കുന്നത് ശരീരത്തിനുള്ളിലാണ്. ഇന്നലെ വൈകുന്നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ ഹൃദയസ്ഥാനത്തിൽ അന്വേഷിക്കണം. പക്ഷെ ഹൃദയസ്ഥാനം എവിടെയാ? ഹൃദയസ്ഥാനവും ശരീരത്തിനുള്ളിലൊന്നും അല്ല. പക്ഷെ ശരീരത്തിനുള്ളിലാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് യോഗികൾ ഇതിനെ തന്നെ ലക്ഷണമായിട്ട് പറയാ, ഹൃദയം. ഒരാളും ഞാൻ എന്ന് പറഞ്ഞ് ഇടതുവശത്തേക്ക് കൈ കാണിക്കാറില്ല. ഒരാളും ഞാൻ എന്ന് പറഞ്ഞ് തല തൊടാറില്ല. ലോകത്തില് എന്തൊക്കെയോ ആളുകൾ മാറ്റുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. വേണോന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ കാണിക്കും, വേണ്ടാന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കും അല്ലേ. തെക്കോട്ട് കേരളത്തിൽ പോകുന്തോറും അവര് വേണോന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും, വേണമെന്നാണ് അർത്ഥം. ചിലർക്ക് ഇങ്ങനെ കാണിക്കും, വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഞാൻ കൺഫ്യൂസ് ആയിട്ടുണ്ട്. വേണമെന്നാണ് പറയണത്. അതൊക്കെ മാറും. പക്ഷെ അവനവന് ഇൻഡിക്കേഷൻ ചെയ്യണത് നിങ്ങള് ഏത് രാജ്യത്തിൽ പോയിക്കോളൂ ലോകത്തില്, ഒരു രാജ്യത്തിൽ ഒരാളും വയറ് അല്ലെ, കേരളത്തിലുള്ളവരെങ്കിലും കാണിക്കേണ്ടതാണ്. ഉത്തമാംഗം മനുജന് വയറെന്ന് ഷഠിപ്പവർ എന്നാണ് പറഞ്ഞത്. ആരും തൊടാറില്ല, വയറ് തൊടാറില്ല. വളരെ അടുത്താണ് വയറ്, ഇത് തൊട്ടാ പോരെ, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊട്ടാ പോരെ അല്ലേ. ഒരാളും ചെയ്യണില്ല. ശരിക്ക് 180 ഡിഗ്രി വളച്ചും കൊണ്ടുവന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആക്ഷനാണിത്, വളരെ വിഷമമുള്ള ആക്ഷനാണ്. പക്ഷെ നമ്മൾ മെനക്കെട്ട് കൈ ഇത്രയും ദൂരം വളച്ചു കൊണ്ടുവന്നിട്ട് ഞാനുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽക്ക് അറിയാതെ ഉള്ള ഒരു ഇൻറ്റ്യൂഷനാണ്. അപ്പൊ ഹൃദയസ്ഥാനത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ. പക്ഷെ വാസ്തവത്തിൽ ഹൃദയം അവിടെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതൊക്കെ ഒരു യൗകികമാണത്. അതൊരു യൗകികമാണ്, അവിടെ സൂചന മാത്രം. അത് വൃത്തിയുടെ സ്ഥാനമാണെന്ന് വെച്ചോളാം. അപ്പൊ ഈ അഹം എന്നൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക്, ഞാൻ എന്നുള്ള ഫീലിംഗ്, ഒരു സെൻസ്. കോൺഷ്യസ്നെസ് എക്സ്പ്രസസ് ഇറ്റ് സെൽഫ് ആസ് ഐ. പക്ഷെ ഐ എന്ന് പറയണത്, അഹം എന്ന് പറയണത്, ഞാൻ എന്ന് പറയണത് വായി തുറന്നാലേ ഉള്ളൂ. അതൊരു തുടിപ്പ് മാത്രമാണ്, ഒരു സ്പന്ദനം മാത്രമാണ് അല്ലെ. അത് പശു പക്ഷികളിലൊക്കെ ഉണ്ട്. അതാണിപ്പോ പറയാൻ പോണം. യാ തിര്യന്നരദേവതാഭിഹി എന്നതിൽ പറയാൻ പോണം. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും നമുക്ക് ആ സ്പന്ദനം കാണാം. അതിന്റെ സ്വരൂപം, ഈ അഹം എന്നുള്ള അനുഭവത്തിന്റെ സ്വരൂപത്തിന് നമ്മൾ
നോക്കുമ്പോ അതിന് ശരീരവുമായിട്ട് ബന്ധമേ ഇല്ല. പക്ഷെ ശരീരത്തിലാണ് അത് കാണപ്പെടുന്നത്. നമ്മളത് ആരാഞ്ഞു നോക്കുമ്പോ ശരീരത്തിൽ അഹങ്കാര രൂപത്തിൽ കാണുന്നത് വാസ്തവമല്ലെന്നും, കുടത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ വാസ്തവമല്ലെന്നും, ആകാശഗത സൂര്യനാണ് വാസ്തവമെന്ന് അറിയണ പോലെ ഈ അഭിമാനവൃത്തിയെ പരിത്യജിച്ച് പുറന്തള്ളി സാക്ഷിയായിട്ട് ദൃക്കായിട്ട് നിൽക്കുന്ന ശുദ്ധചിത്ത്, അത് സാക്ഷി എന്ന് പറയുന്നു. പക്ഷേ അത് വാസ്തവത്തില് സാക്ഷിയുമല്ല, അതിന് അന്യമായൊരു വസ്തുവില്ല. അത് ശുദ്ധപൂർണമായ വസ്തുവാണ്. അതിനെ അറിഞ്ഞു കഴിയുമ്പോ സ ചണ്ഡാളോസ്തു ദ്വിജോസ്തു ഗുരുഹു ഇത്യേഷാമനീഷാമമ. ആ ആത്മജ്ഞാനമുള്ളവൻ, അവനവനെ അറിഞ്ഞവനെ ഗുരുവെന്ന് വിളിക്കൂ. പലപ്പോഴും പല മഹാപുരുഷന്മാരും യദൃച്ഛയാ ശ്രദ്ധാശക്തി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ബാഹ്യശാസ്ത്രജ്ഞാനമൊന്നും ഇല്ലാതെ തന്നെ ഈ തത്വം കണ്ടറിഞ്ഞിട്ടുണ്ട്, അല്ലേ? രമണ മഹർഷിയൊക്കെ അറിഞ്ഞത് തന്നെ അങ്ങനെയാണ്. ഈശ്വര കൃപ എന്ന് പറയണം. മഹർഷി അങ്ങനെയാണ് പറയുന്നത്. അരുണാചലേശ്വരൻ കൃപ ചെയ്ത് ആത്മജ്ഞാനം കൊടുത്തു. അല്ലാതെ താൻ സ്വയമേവ വിചാരിച്ച് കണ്ടെത്തി എന്നൊന്നും പറഞ്ഞില്ല. തൻ പദം എനക്ക് തന്തനൻ. അരുണാചലേശ്വരൻ തന്റെ സ്ഥിതി, ആ ആത്മാനുഭവത്തിനെ എനിക്ക് കൃപ ചെയ്ത് തന്നു. അന്വേഷിച്ചു നോക്കി. ഒരു ദിവസം പെട്ടെന്ന് ഞാൻ മരിക്കാൻ പോണമെന്ന് തോന്നി. മുറിയിലൊക്കെ അടച്ചിരുന്ന് കടന്നു. ശരീരം ഞാൻ മരിച്ചിരിക്കണു, ഇതെടുത്തുകൊണ്ടുപോകും. ഈ ശരീരം കത്തിച്ചു കളയുമ്പോൾ ഞാൻ ഇല്ലാതാവുണ്ടോ? ഇതിന്ന് അന്യമായി ഞാൻ എന്നൊരു അനുഭവം പ്രബലമായിട്ട് ഉള്ളിലുണ്ട്. അതെന്താണ് എന്ന് ശ്രദ്ധിച്ചു. അത് അഹങ്കാരമല്ല. ഈ അഹങ്കാരം അന്വേഷിക്കുമ്പോൾ അങ്ങോട്ട് മറഞ്ഞുപോയി. അവിടെ മറ്റൊന്ന് താനായി സ്വയം പ്രകാശിച്ചു. അത് പൂർണ്ണബോധമാണ്. അതാണ് താൻ എന്ന് തത്വനിശ്ചയം ഉണ്ടായി. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഉണ്ടായ തത്വനിശ്ചയം ശാസ്ത്രമൊക്കെ നോക്കിയിട്ടും മറ്റുമൊക്കെ നോക്കി മനസ്സിലായി ഇതിനെയാണ് ആളുകൾ അന്വേഷിക്കുന്നത്. ഇത് വളരെ ഒറിജിനലായിട്ടുള്ള നോളജാണ്. ഇപ്പൊ നമുക്ക് ആറ്റം ഉണ്ട്, മോളിക്യൂൾ ഉണ്ട് എന്ന് ആർക്കെങ്കിലും സ്വയമേവ കണ്ടുപിടിക്കാൻ പറ്റുമോ? വിശപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? വിശപ്പുണ്ട് എന്ന് അറിയാൻ നിങ്ങൾ ബയോളജി പഠിക്കൊന്നും വേണ്ട. ഉറക്കം വരണു എന്നറിയാൻ നിങ്ങൾ സൈക്കാട്രി പഠിക്കൊന്നും വേണ്ട, അല്ലേ? പക്ഷേ അവനവന്റെ ഇരുപ്പ് അറിയാൻ ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ ശാസ്ത്രം എന്ത് ചെയ്യും? നമ്മൾ അറിഞ്ഞ അറിവിനെ ഒന്ന് കൺഫേം ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾക്ക് സ്വതസിദ്ധമായ അറിവിനെയാണ് ഒരു ദേശികൻ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശികൻ എന്ന് പറഞ്ഞാൽ തന്നെ ദിശത്തി, ഇതോ ഇവിടെ ഉണ്ട്, നീ അതാണ്, ശ്രദ്ധിക്കൂ. ചിലപ്പോ ഈ ചെറിയ കാര്യം നമ്മളെ ശ്രദ്ധിപ്പിക്കാൻ ഗുരുവിന് ഒരുപാട് കാലം പിടിക്കും. മഹർഷി ഒരു കഥ പറയാറുണ്ട്. ഋഭുഗീതയിലുള്ള കഥയാണ്. ഋഭു മഹർഷിക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, നിദാഘൻ എന്ന് പറഞ്ഞിട്ട്. നിദാഘൻ ഒരുപാട് കാലം ഗുരുവിന്റെ കൂടെ താമസിച്ചു, ശാസ്ത്രവിചാരമൊക്കെ ചെയ്തു. എന്നിട്ടും ആ ഒരു തത്വനിശ്ചയം വന്നില്ല. അപ്പൊ ഒരു ദിവസം ഗുരു പറഞ്ഞു, ഒരുപാട് വാസന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്യാഭിനിവേശം എന്നൊരു ദോഷം, ഇപ്പൊ സത്സംഗത്തിലൊക്കെ അത് ബാധിക്കും. ഈ അന്യാഭിനിവേശം എന്നുള്ള ദോഷം എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്തോ ഒരു കാര്യത്തില് ആഗ്രഹം ഉണ്ടാവും. വേദാന്തം കേൾക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. 99% ആളുകളും അങ്ങനെയാണ്. വേറെ എന്തൊക്കെയോ ആഗ്രഹം ഉണ്ടാവും, ഇതും കൂടെ കേട്ടാ വേണ്ടില്ല, എന്താ നോക്കിക്കളയാന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിങ്ങനെ പോവും, പല സ്ഥലത്തേക്കും പോവും. എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ അതിന്റെ പുറകെ പോവും. അത് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും പ്രഭാഷണം കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് അന്യാഭിനിവേശം എന്ന് പറയുന്ന ദോഷം. ഇതുള്ളത്തോളം വളരെ ലളിതമായ സരളമായ ഈ വസ്തു ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല. അപ്പൊ അത് കടക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കണം ചിലപ്പോ ആചാര്യന്മാർക്കും. വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ നിദാഘന്റെ കാര്യത്തില് ഗുരു ഇങ്ങനെ പ്രതീക്ഷിച്ചും കൊണ്ടിരുന്നു. മഹാപണ്ഡിതനാണ്, മഹാവിദ്വാനാണ് ശിഷ്യൻ. ഗുരുവിന്റെ അടുത്തുനിന്ന് പോയി രാജാവിന്റെ ഗുരുവായിട്ട് തീർന്നു. 10ാം ക്ലാസ് തോറ്റ 4ാം ക്ലാസ്സിൽ വലിയ ടീച്ചറാണ്.
അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാജാവിന്റെ ഗുരുവായിട്ട് അവിടെ ചെന്ന് കൂടി. ഇപ്പൊ വർഷാവർഷം ഇടയ്ക്കിടയ്ക്ക് ഗുരു പല പല വേഷത്തില്, വലിയ യോഗിയാണ്, പല വേഷത്തിൽ വന്ന് ശിഷ്യനെ അന്വേഷിക്കും. അപ്പോഴൊക്കെ ശിഷ്യന് ഒരു കുഴപ്പമില്ല, നല്ല അഭിമാനിയായിട്ട് മഹാപണ്ഡിതനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പാണ്ഡിത്യം ജ്ഞാനം വേണമെന്നൊന്നുമില്ലല്ലോ. മഹാപണ്ഡിതനായിട്ട് രാജാവിന് ഗുരുവായിട്ട് ബഹുമാന്യനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഒരു ദിവസം കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഋഭു മഹർഷി ഒരു ഗ്രാമവാസി, ഒരാദിവാസി എന്ന് വെച്ചോളാം, ആ വേഷത്തില് വൃദ്ധനായിട്ട് വടിയും കുത്തി വന്ന് നിദാഘനെ അന്വേഷിച്ച് വരികയാണ്. അപ്പൊ തെരുവില് രാജാവ് ആനപ്പുറത്ത് പോകുന്നു, കുറെ ആളുകൾ പോകുന്നുണ്ട്, അകമ്പടിയോടെ പോകുന്നുണ്ട്. നിദാഘനും കൂടെ ഉണ്ട്, രാജഗുരുവല്ലേ. അപ്പൊ വഴിയിൽ ചെന്ന് രാജാവ് ഒരിടത്ത് നിന്നപ്പോ ഈ നിദാഘന്റെ അടുത്ത് ചെന്ന് ഈ വൃദ്ധൻ ചെന്ന് ചോദിക്കുക, അങ്ങ് ആരാണെന്ന്. ഞാൻ രാജഗുരുവാണെന്നോ. ആട്ടെ, ഇപ്പൊ ഈ തിരക്ക് പിടിച്ച് ഇത്ര ആളുകൾ ഇപ്പൊ എവിടേക്കാ പോണം? രാജാവ് പോവാണെന്നോ. ഓ, രാജാവ് എന്ന് പറഞ്ഞ ആരാ? നമ്മളെ ഭരിക്കുന്ന ആള്. ഓ, അദ്ദേഹം ഇപ്പൊ എവിടെയാ ഇരിക്കണമെന്ന് വെച്ചു. ആനപ്പുറത്തിരിക്കേണ്ടത്. എവിടെ? കാണിച്ചു കൊടുത്തു. ഇപ്പൊ രണ്ടെണ്ണം കാണുന്നു. അത് ആരാ ആന, ആരാ രാജാവ്? അപ്പോ നിദാഘന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇതുപോലും അറിയില്ലേന്ന്. മുകളിലിരിക്കണത് രാജാവ്, ചുവട്ടിലുള്ളത് ആന. ഇനിയും കൂടുതൽ കൺഫ്യൂഷനായി. ഈ മുകളില് ചുവട്ടിലെന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പഠിപ്പറിവൊന്നും ഇല്ല കേട്ടോ, എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല. ഈ മുകളിൽ എന്താ ചുവട്ടിലെന്താ? അപ്പൊ ഋഭു മഹർഷി ആണെന്നൊന്നും അറിയില്ല. പിടിച്ചു നിർത്തിയിട്ട് മുതുകത്ത് കയറിയിരുന്നു. ചെറുപ്പ വയസ്സാണ്. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ മുകളില്, നിങ്ങൾ ചുവട്ടില്. ആ ചിത്രം പോലും കാണാൻ നിങ്ങൾ ഈ ചില സ്ഥലത്ത്. ഞാൻ മുകളില്, നിങ്ങൾ ചുവട്ടില്. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഏകദേശം മനസ്സിലായി. പക്ഷെ ഈ ഞാൻ എന്താ എന്ന് ചോദിച്ചു. ഈ മുകളിലെ ചുവട്ടില് കഷ്ടിച്ച് മനസ്സിലായി. ഈ ഞാൻ എന്താ എന്ന് ചോദിച്ചു. ഇത്രയും കാലം പോവാത്ത ശ്രദ്ധ ഗുരുവിന്റെ മുതുകത്തിരുന്നിട്ടാണ് അദ്ദേഹം സമാധി. അവിടെ ഇരുന്നിട്ട് ശ്രദ്ധ തന്റെ അഹം വൃത്തിയില്, തന്റെ ഉള്ളിലുള്ള ഈ ഞാൻ 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 എന്നുള്ള ആ മുദ്ര, ആ അനുഭവത്തില്, ചിന്മുദ്രയില് ശ്രദ്ധ അങ്ങോട്ട് പോയി, ലോക്ക്ഡായി. അവിടെ അങ്ങനെ ഇരുന്നു എന്നാണ്. കുറച്ചു നേരത്തേക്ക് ആ അഹം നിഷ്ഠനായിട്ടിരുന്നു, അബൈഡിങ് ഇൻ ദ ഐ. കുറച്ചു നേരം ആ ശ്രദ്ധ അതിലായിട്ട് അങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഗുരു ഉപദേശിക്കുന്നതാണ് ഈ ഋഭുഗീത എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധിച്ചു അതിനെ, അത് ശ്രദ്ധിച്ച ശേഷമാണ് ഉപദേശം. ഇത് കീയാണ്. ഈ വസ്തു അറിഞ്ഞിട്ടില്ലെങ്കിൽ വേദാന്തം മുഴുവൻ പഠിച്ചും പ്രയോജനം ഉണ്ടാവില്ല. മുരുകനാഥ സ്വാമി മഹർഷിയെക്കുറിച്ച് പാടുമ്പോൾ പറഞ്ഞു, സകല വേദാന്ത ശാസ്ത്രങ്ങളും പൂട്ടിവെച്ചിരിക്കുന്ന താക്കോല് എടുത്ത് എന്റെ കൈ തന്നു എന്നാണ്. കോട്ടമില്ലാതെ കുലവും ചെമ്പൊരുൾ പൂട്ടൈ വിടുത്തനൻ ഉന്തി പരാൻ. ആ പൂട്ട് തുറന്നു തന്നു, ഫ്രീ ഓപ്പൺ. ആ ഹൃദയസ്ഥാനത്തിലെ ആ സെന്റർ അത് കാണിച്ചു തന്നു. അവനവന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. തന്നെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അഹം അഹം എന്ന് ഉള്ളില് സ്പന്ദിക്കുന്നത് എന്താന്ന് അറിയുമ്പോ അതിന്റെ ഉണ്മയായ സ്വരൂപം മാറാത്തതാണ്. ബാക്കിയൊക്കെ പരിണമിച്ചുകൊണ്ടേയിരിക്കണം, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കണം. പ്രപഞ്ചം മുഴുവൻ ചേഞ്ചാണ്, ഫ്ലക്സ് ആണ്. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിലെ ശങ്കരാചാര്യര് ഈ ചണ്ഡാളരൂപിയില് ഈശ്വരനെത് ചോദിച്ചപ്പോ ഉത്തരമായി 5 ശ്ലോകം ശങ്കരവിജയം പറഞ്ഞ ഈ ശ്ലോകങ്ങള് ശങ്കരാചാര്യരെ കൊണ്ട് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഇങ്ങനെ വന്നു. പല കൃതികളും മഹാപുരുഷന്മാർ എഴുതണമെങ്കിലേ എന്തെങ്കിലും ഒരു കാരണമാണ്. ഈ കൃതികളൊക്കെ പ്രകൃതിയിലുണ്ട്. ഒരു പുറത്തുനിന്നൊരു സൂചന കിട്ടിയാൽ ആ കൃതികൾ വരും, അത്രയേ ഉള്ളൂ. ഈ കൃതികളൊക്കെ ഋഷികൾ ദർശിക്കണ പോലെയാണ്. അതൊക്കെ അവിടെ ഉണ്ട്. പുഷ്പദന്തൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ശിവമഹിംന സ്തോത്രം എന്ന് എഴുതിയിട്ട് കൈലാസത്തിൽ പോയി ഡയറക്റ്റായിട്ട് ശിവന്റെ മുമ്പിൽ തന്നെ അത് പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞ് പോയി.
അപ്പൊ നന്ദികേശ്വരൻ തടുത്തിട്ട് പറഞ്ഞു, എന്താ ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലായിടത്തും ഉണ്ടേ. അപ്പോ ഭക്തന്മാർക്ക് അങ്ങനെയൊന്നുമില്ല, എപ്പോ വേണമെങ്കിൽ ശിവനെ പരമേശ്വരനെ കാണാം, വഴിവിട്ട് തരൂ. അപ്പൊ നന്ദികേശ്വരൻ പറഞ്ഞു, എന്തിനാപ്പ കാണണ? അല്ല, ഞാനൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട്, അതവിടെ ഭഗവാന്റെ മുമ്പില്, അങ്ങനെ ഒരു പുതിയ സ്തോത്രം ഞാൻ ആദ്യം കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ശിവന്റെ മുമ്പിൽ വേണം. ഭക്തന്മാർക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് ഇപ്പോഴല്ലേ പറഞ്ഞു, ഒന്ന് പറയൂ, ഞാൻ കേൾക്കട്ടെ എന്ന്. അപ്പൊ മഹിംനഃ പാരം തേ പരമവിദുഷോ യദ്യ സദൃശി എന്ന് ആരംഭിച്ചു. അപ്പൊ നന്ദികേശ്വരൻ കൂടെ ചൊല്ലുക, സ്തുതിർ ബ്രഹ്മാദീനാം തദവസൻ. ഇദ്ദേഹത്തിന് ആപ്പാടെ ഞെട്ടിപ്പോയി. ഞാൻ എഴുതിയത് ഇദ്ദേഹം ഇവിടുന്ന് കണ്ടു, ഒരാളുടെ മുമ്പിലും പറഞ്ഞിട്ടില്ല. അസിതഗിരി സമം സ്യാത് കജ്ജലം സിന്ധുപാത്രം സുരതരുവരശാഖാലേഖനീ പത്രമൂർവി. നന്ദികേശ്വരൻ കൂടെ ചൊല്ലാം, ഞാൻ എഴുതിയത്. അപ്പൊ ചോദിച്ചു നന്ദികേശ്വരനോട്, ഇതിപ്പോ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചപ്പോ നന്ദികേശ്വരനെ ചിരിച്ചപ്പോ 32 പല്ലിൽ 32 ശ്ലോകമുണ്ട് അത്ര. ഇതൊക്കെ ഓൾറെഡി ഉള്ള കാര്യമാണ് നമ്മൾ കാണുന്നതേ. നമ്മൾ എഴുതുന്നു ഒരു പേര് അത്രേ ഉള്ളൂ. അല്ലെ കൃതികളൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോ എവിടുന്ന് വന്നു, ഏത് സ്ഥലത്തുനിന്ന് ആവിർഭവിക്കണം, ആര് കണ്ടു. ഈ മനീഷാ പഞ്ചകം അവിടെ ഉണ്ട്, അദ്ഭുതമായ 5 ശ്ലോകങ്ങൾ. അതിൽ ആദ്യത്തെ ശ്ലോകം പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഋഗ്വേദ മഹാവാക്യത്തിന്റെ വ്യാഖ്യാനമാണത്. ആദ്യത്തെ ശ്ലോകം ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത്സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. യാ സംവിത്ത്, യാതൊരു സംവിത്ത്, സംവിത്ത് എന്ന് വെച്ചാൽ ബോധം. സവിതാവ് എന്ന് വേദം പറയണതും സംവിത്ത് എന്ന് പറയണതും ഒക്കെ ഒന്ന് തന്നെ. ശുദ്ധ ചിന്മാത്രമായി ഉള്ളില് അറിവ് സ്വരൂപമായി ഭാഗവതത്തിലെ സ്വരാട് എന്ന് പറഞ്ഞു. അഭിജ്ഞ സ്വരാട് എന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവ്. ഇപ്പൊ ശരീരം മരിച്ചുപോയാൽ ഇതിനകത്തുള്ള ആളില്ല അല്ലേ? ശവം കിടത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ആശ്ചര്യപ്പെടണം, ഇതിനകത്ത് ഇന്നലെ വരെ ആരോ ഒരാളുണ്ടായിരുന്നു. കണ്ണുകൊണ്ട് നോക്കി, ചെവി കൊണ്ട് കേട്ടു. ഇപ്പോ എന്ത് പാട്ടുപാടിയാലും അറിയില്ല, മക്കൾ കരഞ്ഞാലും അറിയില്ല, തീ വയ്ക്കുമ്പോ ചുടുന്നില്ല, ഒന്നും അറിയണില്ല അല്ലേ? ആരാ അതിനകത്തിപ്പോ ഉണ്ടായിരുന്നു? യഹ അഭിജ്ഞ, ആരോ ഒരു അഭിജ്ഞൻ, അറിവ് സ്വരൂപമായിട്ട് ബോധസ്വരൂപമായിട്ട് ഒരാൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിപ്പോ ആ ശവത്തിനോട് ചോദിക്കാൻ പറ്റില്ല, ജീവനുള്ള ശവത്തിനോട് ചോദിക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം അല്ലേ? ഇതിനകത്ത് ഇപ്പൊ ആരാ ഉള്ളത്? ഞാൻ ആരാണ്? ആരാണ്? ഇതിനകത്തൊരു അനുഭവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എവിടെ തൊട്ടാളുണ്ട്. പക്ഷെ സെന്ററായിട്ട് ഹൃദയസ്ഥാനത്തില് അഹം എന്നുള്ള അനുഭവത്തിന്റെ ഒരു ഫീലിംഗ്, എക്സിസ്റ്റൻസ് ഉണ്ട്, അസ്തിത്വമുണ്ട്. അതിനെ ആണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. പ്രകർഷേണ ജ്ഞായത്തെ, സുഷുപ്തിയിലെ പ്രജ്ഞാനഘനം എന്ന് പറഞ്ഞ ശ്രുതി. അവിടെ താനായിട്ട് അശുദ്ധ ബോധം, സ്വയം പ്രകാശമായ ബോധം, ബാക്കി ഇന്ദ്രിയങ്ങളോ മനസ്സോ ഇല്ലാതെ വിളങ്ങുന്ന സത്ത്, അത് പ്രജ്ഞാനമാണ്. ആ പ്രജ്ഞാനം അടുത്ത മഹാവാക്യം നമ്മളെ നാളത്തെ ശ്ലോകത്തിൽ കാണും. അത് സ്വയമേവ തന്നെ പ്രകാശിപ്പിക്കുന്നു അഹം അഹം എന്ന്. അതിനെ ഗുരു ഉപദേശിക്കുന്നു, നീ അതാണ് എന്ന്. സർവഭൂതങ്ങളിലും അതിനെ കാണുന്നു തത്വവിത്ത്. അപ്പൊ പ്രജ്ഞാനം എന്നുള്ളത് ലക്ഷണമഹാവാക്യമാണ്, വെറും ലക്ഷണം മാത്രമാണ് പറഞ്ഞത്. അത് ശുദ്ധ ചൈതന്യമാണ്. ആ പ്രജ്ഞാനം എവിടെയുണ്ട്? ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു. ബാക്കി പാശ്ചാത്യ തത്വവിചാരം ചെയ്യുന്നവരൊക്കെ ഈ ജാഗ്രത അവസ്ഥയെ വെച്ചുകൊണ്ട് മാത്രം ചിന്തിച്ചു. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അവർക്ക് ആ വരമ്പ് കടക്കാൻ പറ്റിയില്ല. എത്രയൊക്കെയോ ചിന്തിച്ച് ഒരുപാട് ഗാഠമായിട്ടൊക്കെ ചിന്തിച്ചു. കാന്റ്, ഹെഗൽ, ആരൊക്കെയോ ഉണ്ട്. അവരുടെ ഒരുപാട് തത്വവിചാരം ചെയ്ത ആളുകളുണ്ട്, തത്വചിന്തകന്മാരുണ്ട്. പക്ഷെ എല്ലാം ഒരു ഇന്റലക്ച്വൽ ഐഡിയ മാത്രമാണ്, എക്സ്പീരിയൻഷ്യൽ ലെവലിലൊന്നുമില്ല.
കുറേയൊക്കെ അവരങ്ങോട്ട് വന്നു. പലരും ഗാഠമായി ചിന്തിച്ചു നോക്കി. ചില കവികളൊക്കെ അടുത്തടുത്തെത്തി. തത്വചിന്തകന്മാരെക്കാളും കൂടുതൽ കവികൾ ചിലരൊക്കെ അടുത്തെത്തി. അറിയാതെ അവർ ഈ സത്യത്തിന്റെ മണ്ഡലത്തിലേക്ക് കാലൊക്കെ വെച്ചു. ടെന്നിസൺ, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, അവർ അവിടെ അവിടെ തൊട്ടു. അപൂർവം ചില നിമിഷങ്ങളിൽ. പക്ഷെ അവരൊന്നും ജ്ഞാനികളോ ജീവൻ മുക്തന്മാരോ ഒന്നും ആയിരുന്നില്ല. അവരറിയാതെ എവിടെയോ അങ്ങോട്ടേക്കൊന്ന് കാലുവെച്ചു. വാസ്തവത്തിലൊക്കെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ശ്രുതിപ്രമാണമില്ല, ഉപദേശിക്കാനുള്ള ആചാര്യനില്ല, ആ പരമ്പരയില്ല, അത് നിയതിയില്ല എന്ന് വേണം പറയാൻ. നിയതിയില്ല. ഈശ്വര നിയമനം തന്നെ പ്രകൃതിയിൽ പലതും ഉള്ള പോലെ ഒരു നിയമനം വെച്ചു ആചാര്യസ്വാമി. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ ശ്രദ്ധയോടെ ശ്രുതിപ്രമാണൈകമതയ എന്ന്. ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളിൽ നമ്മളുണ്ട്. ജാഗ്രത വെച്ചുകൊണ്ട് മാത്രം ഈ പ്രപഞ്ചം സത്യമാണെന്നും കരുതിക്കൊണ്ട് വിചാരം ചെയ്യുന്ന ആള് ഈ വരമ്പ് കടക്കാനേ പറ്റില്ല. രമണ മഹർഷി പറഞ്ഞു, അഹങ്കാരത്തിനെ നിലനിർത്തിക്കൊണ്ട് സത്യാന്വേഷണം ചെയ്യുന്നത് കള്ളൻ പോലീസ് വേഷം കൊണ്ട് കള്ളനെ തെരയണ പോലെയാണെന്നാണ്. ആള് തന്നെ കുഴപ്പം. അയാൾ പോലീസ് വേഷം കെട്ടി കള്ളൻ എവിടെ തെരഞ്ഞ പിടി കിട്ടുമോ? അയാൾ തന്നെയാണ്. അതുപോലെ സത്യം അന്വേഷിക്കുന്ന ആൾ ആരാന്ന് അന്വേഷിച്ചില്ല. തന്നെ അങ്ങടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കണക്ക് പാളി. പിന്നെ എത്ര ഭംഗിയായിട്ട് ചെയ്താലും റൈറ്റ് ആൻസർ വരില്ല, അല്ലേ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത ശരീരപ്രധാനമാണ്, പ്രപഞ്ചപ്രധാനമാണ്. സ്വപ്നമോ മനസ്സാണ് മുഖ്യമായിട്ട്. സുഷുപ്തിയിൽ എന്തുണ്ട്? ശരീരവും ഇല്ല, മനസ്സും ഇല്ല. ഈ 3 അവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ഒരു പ്രജ്ഞാനുണ്ട്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദ് ഉജ്രംഭത്തെ. ഉജ്രംഭത്തെ, ഉജ്രംഭണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ അറിയിക്കുന്നുണ്ട്. സ്വാപപ്രബോധയോ സന്ധൗ. ജാഗ്രത്തിനും ഉറക്കത്തിനും നടുക്കൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പാണ് നമ്മൾ എഴുന്നേൽക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഇത്തിരി കൂടെ ഉറങ്ങിയാൻ വേണ്ടില്ല എന്ന് തോന്നണം. ചിലപ്പോൾ എഴുന്നേറ്റ് നോക്കിയിട്ട് ടൈം പീസ് നോക്കുമ്പോൾ 2 മണിയേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഭഗവാനെ, എന്താന്ന് വെച്ചാൽ ഈ ജാഗ്രത അവസ്ഥയിലേക്ക് വരാൻ അത്ര ഇഷ്ടല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നുമില്ലാത്ത അവിടേക്ക് എന്തിനാ പോണം, അല്ലേ? നിങ്ങൾ ഈ ഉറക്കം ശൂന്യാവസ്ഥയാണെങ്കിൽ ആരും അത് ആഗ്രഹിക്കില്ല. എഴുന്നേറ്റുമല്ലോ, ഭഗവാൻ രക്ഷിച്ചു തോന്നുന്നുണ്ടോ? ഇല്ല, ഒരാൾക്കും തോന്നാറില്ല. എല്ലാവർക്കും തോന്നണത് അയ്യോ. ചിലർക്ക് ആ ടൈം പീസിനോടാണ് ദേഷ്യം വരിക. അലാം എന്ന് പറയുന്നത് നമ്മൾ അലാറം എന്നാണ് പറയുന്നത്. അലറണേ നേരം വെളിച്ചാവുമ്പോ അതിനോടാണ് ദേഷ്യം വരിക. എന്താ? വീണ്ടും ഈ ദ്വൈതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. സുഷുപ്തിയിൽ ദ്വൈതമേ ഇല്ല. അദ്വൈതത്തിന് ഞങ്ങൾക്ക് വലിയ പ്രമാണമൊന്നും വേണ്ട, ഉപനിഷത്തൊന്നും വേണ്ട. നിങ്ങളുടെ സുഷുപ്തി അനുഭവം മതി അദ്വൈതത്തിന് പ്രമാണം. അവിടെ ശരീരമില്ല, ഞാൻ നീ അവനില്ല, ഒരു വികല്പമില്ല. അത് ശൂന്യമാണെങ്കിൽ ഒരാളും അവിടേക്ക് കയറി ചെല്ലാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ എല്ലാരും അങ്ങോട്ട് പോവാനായിട്ട് ആശിച്ച് എന്താ ബെഡ്റൂം തയ്യാറാക്കി വെച്ചിരിക്കണം ഓരോരുത്തര്, അല്ലേ? എന്നിട്ട് ഉറക്കം മാത്രമില്ല, ഉരുണ്ട് പെരണ്ട് ഗുളിക കഴിച്ച് ചിലരൊക്കെ കാണാൻ റോട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറക്കാം. ഈ 2 വശത്തു കൂടെ വാഹനങ്ങൾ പോകണ്ടേ? ഞാൻ മദ്രാസിലൊക്കെ ചിലപ്പോൾ കാണും. 2 വശത്തു കൂടെ വാഹനം പോണതിന്റെ നടുക്കുള്ള അവിടെ കിടന്നിട്ടും ഒറ്റ ഉറക്കാം. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, ഇന്ന ആള് എന്നൊന്നുമില്ല. തത്ര മാതാ അമാതാ ഭവതി, പിതാ പിതാ ഭവതി, ദേവാഹ ദേവാഹ ഭവന്തി, വേദാഹ വേദാഹ ഭവന്തി. എല്ലാം പോയി. ന മാതാ പിതാവാ ന ദേവാ ന ലോകാ ന വേദാ ന യജ്ഞാന തീർത്ഥം ബ്രുവന്തി. സുഷുപ്തൗ നിരസ്താദിശൂന്യാത്മകത്വാത് തദേകോവശിഷ്ട ശിവ കേവലോഹം. സുഷുപ്തിയിൽ ശൂന്യമാണോ? നിരസ്തമാണ്, ശൂന്യമൊന്നുമില്ല അവിടെ. അവിടെ ആത്മസത്ത എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ദേഹം മൃണ്മയവത് ജഡാത്മകം.
നാഹം തത്തത് അഭാവ സുക്തി സമയേ സിദ്ധ ആത്മസദ്ഭാവത. സുക്തി സമയത്തില് ആത്മസദ്ഭാവം സിദ്ധമാണെന്നാണ്. എല്ലാവർക്കും എഴുന്നേറ്റിട്ട് പറഞ്ഞു സുഖമായിട്ടിരുന്നു. ദിവസം നമുക്ക് അന്തര്യാമി ദേവത ഒരു ഉപദേശം തരുന്നുണ്ട്. എല്ലാ വികല്പങ്ങളും ഒടുങ്ങി മനസ്സ് ശാന്തമായ സുഖം ഉണ്ടാകും. നമ്മൾ കേൾക്കണ്ടേ, അത്രേ ഉള്ളൂ. പുസ്തകമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പുസ്തകം വേണ്ട, എഴുന്നേറ്റിട്ട് സുഖമായിട്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചോദിച്ചാൽ മതി, എങ്ങനെ സുഖം വന്നു? ആ സുഖം മാത്രം ബോറടിക്കണേ ഇല്ല അല്ലേ? എത്ര നല്ല സുഖമാണെങ്കിലും കുറെ കഴിയുമ്പോൾ വിരസാവും. ഒരു സിനിമ 10 പ്രാവശ്യം കണ്ടാൽ വെറുത്തു പോകും. ഒരു പുസ്തകം 10 പ്രാവശ്യം വായിച്ചാൽ വെറുത്തു. ഒരേ സാപ്പാട് ദിവസം കഴിച്ചാൽ വെറുത്തു പോകും. വളരെ എക്സൈറ്റിംഗ് ആയി ത്രില്ലിംഗ് ആയിട്ടുള്ളതൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ച ഓക്കാനും വരും. അത്രയ്ക്ക് വെറുത്തു പോകും. പക്ഷേ എത്ര കാലമായി ദിവസം അഹങ്കാരമില്ലാത്ത ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. ഈഗോലെസ് സ്റ്റേറ്റ്. അത് വളരെ എൻറിച്ചിങ് ആണ്, നറിഷിംഗ് ആണ്. നിങ്ങൾ ആശിക്കുന്നു കുറച്ചു നേരത്തേക്ക് ഞാനില്ലാതിരിക്കുക, എന്നാ ഞാനുണ്ട് താനും അല്ലേ? ശരീരം, ലോകമൊന്നുമില്ല, ഈഗോ ഇല്ല, ഞാൻ എന്ന് പറയുന്ന ഈ അധ്യാസരൂപമായ അഭിമാനമില്ല. പക്ഷെ വാസ്തവമായി എന്തോ ഒരു സത്തുണ്ട്. അവിടെയും എന്തുണ്ടോ അത് സ്വപ്നം കാണുമ്പോഴും പുറകെയുണ്ട്, ജാഗ്രതയിലും പുറകെയുണ്ട്. ജാഗ്രതയിലെ ശരീരം മനസ്സുണ്ട്, അപ്പോഴും അതുണ്ട്. ശരീരവും മനസ്സൊക്കെ കെട്ടുപോയപ്പോഴും ഞാനെന്നുള്ള വൃത്തി, ആ നാളം അത് അണഞ്ഞുപോയപ്പോഴും പൊലിഞ്ഞുപോയപ്പോഴും അവിടെ പൊലിയാതെ ഏതോ ഒരു സന്മാത്രമായ പ്രകാശം അവശേഷിക്കണം. അത് സുഷുപ്തിയിലുണ്ട്, സ്വപ്നത്തിലുണ്ട്, ജാഗ്രതത്തിലുണ്ട്, ബാല്യത്തിലുണ്ട്, കൗമാരത്തിലുണ്ട്, യൗവനത്തിലുണ്ട്, വാർദ്ധക്യം ഒക്കെ മാറി 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 വരുമ്പോഴും മാറാതെ യാസംവിദുജൃംഭത്തെ. നമ്മളുടെ ശരീരം ഇപ്പൊ എത്ര വയസ്സായി? കുട്ടിക്കാലം മുതലൊന്ന് ഓർത്തു നോക്കൂ, എത്ര മാറിയിരിക്കണു. പക്ഷെ നമുക്ക് അറിയണേ ഇല്ല അല്ലേ? ഇപ്പൊ പലരോടും ഞാൻ ചോദിക്കണ്ടേ, സർജറിയൊക്കെ ചെയ്തിട്ടേ ചിലർക്ക് സ്റ്റെന്റ് വെക്കണു, ചിലർക്ക് പേസ് മേക്കർ വെക്കുന്നു, ചിലർക്ക് എന്തൊക്കെയോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ശരീരത്തിന്റെ ഉള്ളിൽ വെക്കണു. വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് അറിയണ്ടോ എന്ന് ചോദിച്ചാൽ ആശ്ചര്യമായിട്ട് എല്ലാവരും ഉത്തരം പറയണം, ഒന്നും വെച്ചത് അറിയണേ ഇല്ല എന്ന്. ഇപ്പൊ ഈ ടേബിളിൽ എന്തെങ്കിലും കയറ്റി വെച്ചാൽ എനിക്ക് മേലെ ചൊറിയൊന്നുമില്ലല്ലോ അല്ലേ? ഇതേപോലെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഓരോ സാധനം കൊണ്ട് വെച്ചിട്ട് അറിയണില്ല എന്ന് പറഞ്ഞാൽ എന്താ മെസ്സേജ്? ഈ ശരീരം നമ്മളിലില്ല, അത് പ്രകൃതിയിലാണ് ഇരിക്കുന്നത്. നമ്മളത് ആത്മാവിലിരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ആത്മനി കൽപ്പിതം മാത്രമാണ്, അത് അധ്യാസമാണ്. കയറില് പാമ്പ് പോലെ അതിനെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഈ നമ്മളുടെ വാസ്തവമായ ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ അതിൽ ശരീരാദികളുടെ ഇരിപ്പില്ല. ഇനിയിപ്പോ അനുഭവം കൊണ്ട് അറിയണമെങ്കിൽ സുഷുപ്തിയിൽ ദിവസം ഡെമോൺസ്ട്രേഷനാണ്. ആ വാസ്തവമായി ഞാനുള്ള സ്ഥലത്ത് ഞാൻ എന്നുള്ള തോട്ട്, പ്രതീതിയില്ല, മനസ്സില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ല, അന്യവസ്തുക്കളൊന്നുമില്ല. അത് സുഖസ്വരൂപമാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ സുഖാന്തം, സുഖത്തിന്റെ അന്തം, പെർഫെക്ഷനാണ് അവിടെ. ഇത് നിങ്ങളുടെ കഥയാ, ഇത് വേദാന്തമൊന്നുമല്ല, നിങ്ങളുടെ ആത്മകഥ, ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി. ദിവസം നിങ്ങൾക്ക് അന്തര്യാമിയായ ദേവത ഈ സത്യത്തിനെ തുറന്നു കാണിക്കുന്നുണ്ട്, അനാവരണം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണില്ല. ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശാസ്ത്രവിചാരം. നിങ്ങൾക്ക് ഓൾറെഡി സിദ്ധമായിട്ടുള്ള നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള നിങ്ങളുടെ സാമ്രാജ്യത്തിനെ നിങ്ങൾക്ക് തരിക മാത്രമാണ്. നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൂർണ്ണ വസ്തുവാണ്. ശാന്തി നിങ്ങളുടെ സ്വരൂപമാണ്, ആനന്ദം നിങ്ങളുടെ സ്വരൂപമാണ്. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം ബ്രഹ്മ. നിങ്ങൾ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ വസ്തുവാണ്, ആത്മാവാണ്, ചൈതന്യമാണ്. ഒരുപക്ഷെ ഈ ശാസ്ത്രവിചാരത്തിനൊക്കെ മെനക്കെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉള്ളിലങ്ങോട്ട് ധ്യാനിച്ചാൽ മതി. ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്.
മനസ്സിൽ പല വൃത്തികൾ വരുമ്പോൾ അതൊക്കെ ഈ പ്രബലമായി അങ്ങോട്ട് ഉള്ളിൽ ഇറക്കിക്കൊള്ളാം. ഞാൻ ആത്മാവാണ്, ചൈതന്യമാണ്, എനിക്കൊരു കളങ്കമില്ല, എന്നിൽ ഒരു ദോഷമില്ല, ഞാൻ ശുദ്ധ ചൈതന്യമാണ്, ആകാശം പോലെ നിർമ്മലമായ വസ്തുവാണ്, ശിവമാണ്, ആത്മാവാണ്, അമൃതസ്വരൂപമാണ്. ജനനം മരണം മുതലായ ദോഷങ്ങളൊക്കെ പ്രകൃതിയിലാണ്, അതൊന്നും വാസ്തവത്തിൽ എന്റെ സ്വരൂപത്തിലില്ല. ദേശിക വർച്ചസ്സത്തിന് പ്രമാണമാണ്, ശാസ്ത്രമതിന് പ്രമാണമാണ്. ആ പ്രാമാണ്യം വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ധ്യാനിച്ചുകൂടാ പ്രബലമായിട്ട്. ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്, നിർമ്മലമായ വസ്തുവാണ്, ആനന്ദസ്വരൂപമാണ് എന്നിങ്ങനെ ആ ഭാവന തന്നെ സുഖ, ആ ഭാവന തന്നെ ധൈര്യം, വീര്യം ഉണ്ടാക്കും. പേടിയൊക്കെ അങ്ങോട്ട് പോവും, ഭയമൊക്കെ അങ്ങോട്ട് പോവും. പ്രബലമായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് ആ അനുസന്ധാനം, മനനം ഉണ്ടാകട്ടെ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാം യാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു. ബ്രഹ്മാവ് മുതൽ പിപീലിക എന്ന് വെച്ചാൽ ഉറുമ്പ്, ഒരു അമീബ എന്നെടുത്തുള്ള ഒരു ചെറിയ പ്രോട്ടോസോവ, ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം, ഒരു ചെറിയ ഒരു സെല്ല് മാത്രമായിട്ടുള്ള ജീവൻ, അതിനകത്തും അഹമെന്നുള്ള ചേതനയുണ്ട്. ചെറിയ ചെറിയ ഉറുമ്പ് അതിനകത്തേക്കൊക്കെ നോക്കിക്കോളൂ. അതിനെന്താ ഒരു കണ്ണ്, മൂക്ക്, ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രകൃതിയിലുള്ളതാണ്, നമ്മളിലല്ല. പ്രകൃതിയിലുണ്ട്. ഒരു ചേതന വരുമ്പോ അവിടെ കണ്ണും മൂക്കും ഒക്കെ അങ്ങോട്ട് ആവിർഭവിക്കും. ഈ ശരീരത്തിനുള്ളിൽ ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കണില്ലേ അല്ലേ? ഇതൊക്കെ ഉള്ളിലൊരു ചെറിയ ഒരു കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദ്ധം എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഒരു ചെറിയ തുള്ളി, ഒരു ബിന്ദുവായിട്ടാണ് ഗർഭത്തിനുള്ളിൽ ആവിർഭവിച്ചത്. അതൊരു തുടിപ്പ് മാത്രമായിരുന്നു. ഇപ്പൊ നമ്മളുടെ ഉള്ളില് ഞാൻ എന്ന് പറയുന്ന ഒരു തുടിപ്പില്ലേ, ആ തുടിപ്പ്, ആ സ്പന്ദനം ഗർഭപാത്രത്തിൽ ആദ്യം ആവിർഭവിച്ച് അതിന് ചുറ്റുമാണ് ശരീരമൊക്കെ വരണത്. അപ്പൊ അതിന് കൈയും കാലും, പിന്നെ പതുക്കെ കണ്ണ്, മൂക്ക്, ഇതൊക്കെ നമ്മളിലുണ്ട്. നമ്മളൊരു മൈക്രോസ്കോപ്പ് പ്രബലമായിട്ട് വെച്ച് നോക്കിയ ഉറുമ്പിന്റെ ഉള്ളിലും ചെറിയ ചെറിയ പുഴുവിന്റെ ഉള്ളിലും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു പഞ്ചസാര ഇട്ടാ വന്ന് തിന്നിട്ട് പോണു, കുടുംബത്തിലുള്ളവർക്ക് കൊണ്ട് കൊടുക്കണു, ഒക്കെ ഫാമിലി എല്ലാ സ്ഥലത്തുണ്ട്. എല്ലാത്തിന്റെ ഉള്ളിൽ നോക്കിയാലും പുറോത്ത, അതിനകത്തൊക്കെ തന്നെ. അതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹത്തിനെ നമ്മൾ തൊട്ട സർവാത്മഭാവം വരും. ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് ശങ്കരാചാര്യർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സത്തയെ ചെന്ന് സ്പർശിച്ചു കഴിയുമ്പോൾ സർവാത്മഭാവം വരും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ അല്ല തൊടണത്, യു ആർ ടച്ചിങ് ദ യൂണിവേഴ്സൽ തിങ്. എല്ലാത്തിനെയും തൊട്ടു. ഈ കൈയും കാലും ഒക്കെ തൊട്ട എന്നെ മാത്രമേ തൊടുള്ളൂ. മനസ്സിന് ചിലപ്പോൾ കുറച്ച് വ്യാപ്തി ഉണ്ട് അല്ലേ? നമ്മൾ മനസ്സ് ചിലപ്പോഴൊക്കെ ചില വികാരങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങോട്ട് പോവും. ഇതൊക്കെ കാണാൻ നമുക്ക്. പക്ഷേ ബോധത്തിനെ സ്പർശിക്കുമ്പോൾ എല്ലാരെയും സ്പർശിച്ചു, അഖണ്ഡത്തിനെ സ്പർശിച്ചു, അഖിലത്തിനെ സ്പർശിച്ചു, ഭൂമാവിനെ സ്പർശിച്ചു. അത് പൂർണ്ണമാണ്. ആ പൂർണ്ണ വസ്തു നമ്മുടെ ഉള്ളില് മാറാതെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ട് ഒരു മാറ്റം, പരിണാമമില്ലാതെ പ്രകാശമാനമായി നിർമ്മലമായ ഗഗനം പോലെ വരമ്പില്ലാതെ അതവിടെ നമ്മളുടെ ഇരുപ്പ് നിലയായിട്ട് അസ്തിത്വമായി അത് അറിഞ്ഞു കഴിയുമ്പോൾ എന്താ, ഇവിടെ 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 ഒക്കെ അതുണ്ട്. ഇവിടെ ഉള്ള അസ്തിത്വത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ദേശകാലാവധിഭ്യാം നിർമുക്തം, നിത്യമുക്തം, നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അങ്ങനെയുള്ള തത്വം താവത് അതേപോലെ തന്നെ ഭാതി. എവിടെ? ഗുരുപവനപുരം, ഈ ശരീരം തന്നെ. ഇതിനകത്ത് അന്തര്യാമി ഗുരുവുണ്ട്. പവനപുരമാണല്ലോ ഇത്. ഇത് മുഴുവൻ കാറ്റ് നിറച്ച ബാഗാണ്. പവനെന്ന് വെച്ചാൽ കാറ്റ് ഉള്ളിലും പുറത്തും പോയിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് തത്താവത് ഭാതി സാന്ദ്ര ആനന്ദ അവബോധാത്മകം, ശുദ്ധ അവബോധം, ചൈതന്യം. ഉള്ളില്
പ്രകാശിച്ചുകൊണ്ടിരിക്കണം. അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ അത് മാറാത്ത പരിണാമമില്ലാത്ത സത്യമെന്ന് വെച്ചാൽ പരിണാമമില്ലാത്തത്. ബാക്കിയൊക്കെ പരിണമിക്കും. ഇതിനെ അങ്ങോട്ട് വിചാരിച്ചുകൊള്ളുക. ഇത് കേട്ടു കഴിഞ്ഞാൽ എന്താ? മനനം ചെയ്യണം. ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്ത് സാരവത്തായ കാര്യം ഈ ചിത്താണ്, ചിത്തിന്റെ അനുഭവമാണ്. ആ ചിത്തിന്റെ അനുഭവത്തിനെ ചിത്തത്തിൽ നിന്ന് കടഞ്ഞെടുക്കണതാണ് മനനം. വെണ്ണ കടഞ്ഞെടുക്കണ പോലെ, വെണ്ണ തൈരിൽ കിടപ്പുണ്ട്, ഇത് കടഞ്ഞെടുക്കണ പോലെ ഈ ചിത്തിന്റെ അനുഭവത്തിനെ ചിത്തത്തിൽ നിന്നും കടഞ്ഞെടുക്കുക. ആ ചിത്തിന്റെ സൂചനയാണ് അഹംവൃത്തി. ബാക്കിയുള്ള വിചാരങ്ങൾ പോലെയല്ല. ആ വൃത്തി ഇല്ലാതെ ബാക്കി ഒരു തോട്ടും വരില്ല. എല്ലാ വിചാരങ്ങൾക്കും ഞാൻ എന്നുള്ളത് വേണം അതിന് പുറകില്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം ഈ ഞാൻ എന്നുള്ളത് ഊടും ഭാവമായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മുണ്ടില് തുണി പോലെ, നൂല് പോലെ. നൂലില്ലാത്തൊരു മുണ്ട് തരൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നൂല് വേണ്ട. നൂലില്ലാത്തൊരു വസ്ത്രം എന്ന് ചോദിക്കണ പോലെയാണ് അഹങ്കാരം ഇല്ലാത്തൊരു മനസ്സ്. അങ്ങനെയൊന്നുമില്ല. അഹങ്കാരം പോയാൽ മനസ്സില്ല. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഐ തോട്ട്, ആ വൃത്തി മനസ്സ് മുഴുവൻ വ്യാപിച്ചിരിക്കണം. സകല വേദനകൾക്കും അറ്റാച്ച്മെന്റിനും എല്ലാത്തിനും മൂലകാരണം അതാണ്. നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് എല്ലാം വേദനിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒന്നും വേദനിക്കില്ല. അപ്പൊ നമ്മളിവിടെ വന്ന് ഇരിക്കുമ്പോ ഒരു ദൃഷ്ടാന്തം പറയാം. നേരത്തെ കുട്ടി വന്നു, ഞാൻ വന്നിട്ടില്ല, നിങ്ങൾ ഇരിക്കുക. അപ്പൊ അടുത്ത ആരോ വർത്തമാനം പറയണം, ആരെക്കുറിച്ചൊക്കെയോ പറയണം. നമ്മൾ ശ്രദ്ധിച്ചില്ല. വെറുതെ ഒന്ന് തോട്ട് വന്നു, എന്തിനാ ഇപ്പൊ ഒരു വർത്തമാനം പറയണമെന്ന് തോന്നി എന്നല്ലാതെ ഒന്നും ശ്രദ്ധിച്ചില്ല. പോട്ടെ, എന്തോ ആവട്ടെ. നമ്മൾ കണ്ണടച്ച് മെഡിറ്റേഷനിലിരുന്നു. അപ്പൊ ഉണ്ട് അവർ പറയണു, ഇതായിരിക്കണുണ്ടല്ലേ, വെറും ആക്ടിംഗ് ആണ് കേട്ടോ എന്ന് പറഞ്ഞതും തിരിഞ്ഞു നോക്കി. ഇത്രയും നേരം പറഞ്ഞതൊന്നും എന്നെ ബാധിച്ചില്ല, അല്ലേ? ഇപ്പോ നമ്മളെ കുറിച്ച് ഒരു സൂചന പറഞ്ഞതും സ്പർശിച്ചു, എന്നെ പറഞ്ഞു. ഉള്ളിലും പ്രഭാഷണം കഴിയട്ടെ, ഞാൻ കാണിച്ചു. അത് അല്ലെങ്കിൽ പിന്നെ പോട്ടെ എന്തെങ്കിലും വിചാരിച്ച പോട്ടെ, അയാളെന്തോ പറഞ്ഞിട്ട് പോട്ടെ, എന്തെങ്കിലും പറയും. പക്ഷെ എന്നാലും അത് സ്പർശിച്ചു, അല്ലേ? ആ അഹംവൃത്തി, ആ ഐ തോട്ട്, അതാണ് സെന്റർ. മനസ്സെന്ന് പറയുന്നത് തന്നെ അഹംവൃത്തിയാണ്. അല്ലാതെ മനസ്സൊന്നും വേറൊരു സാധനമില്ല. മനസ്സിന്റെ സ്വഭാവം തന്നെ ഈ ഞാൻ എന്നുള്ള വൃത്തിയുടെ മൂവ്മെന്റ് ആണ്. ഈഗോ മൂവ്മെന്റ്. അത് ആണ് ബാക്കി എല്ലാ വേദനകളും ഉണ്ടാക്കുന്നത്. എന്റെ രാജ്യം, എന്റെ ജാതി, എന്റെ വംശം, എന്റെ സ്വത്ത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ എന്റേൽ വന്ന് നിൽക്കും, ഞാനിൽ വന്ന് നിൽക്കും. ഈ ഞാൻ എന്താണ്, ഇതിന്റെ സ്വരൂപം, ഈ വൃത്തി വാസ്തവത്തിൽ സത്യമാണോ? ഇതാണ് വേദാന്ത വിചാരം. ഇത് തൊട്ട് കഴിഞ്ഞാൽ പ്രപഞ്ചമേ ഇളകിക്കളയും. എന്താന്ന് വെച്ചാൽ മുഴുവനും ഇതിലാണ് നിൽക്കുന്നത്. നമ്മൾ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതെ അമർന്നിടേണം. നാരായണ ഗുരു പറഞ്ഞു, അല്ലെ? പലവിധ യുക്തി. ഇതിനെ നിലനിർത്താൻ നമ്മൾ പല യുക്തിയും പറയും. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും കാര്യം എന്താ? ഈ വൃത്തി വേദനിപ്പിക്കും. ഈ വൃത്തി നമ്മളെ ലിമിറ്റഡ് ആക്കും, പരിച്ഛിന്നമാക്കും. ഈ വൃത്തിയുടെ ചലനത്തിനെ, അതിന്റെ സ്വരൂപത്തിനെ ആരായുമ്പോ അത് വെറും പോളിയാണ്, അത് കള്ളമാണ്. അത് വെങ്കായത്തിന്റെ തോല്, ഉള്ളിയുടെ തോല് പതുക്കെ എടുത്തു മാറ്റുമ്പോൾ ഉള്ളിലൊന്നും കാണാനില്ല. അതുപോലെ ശരീരം, മനസ്സ്, ബുദ്ധി ഒക്കെ പിരിച്ചു നോക്കിയാൽ ഈ അഹങ്കാരത്തിന് ഇരിപ്പൊന്നും കാണാനില്ല. ഇതെന്താണ് വാസ്തവത്തിൽ നോക്കുമ്പോൾ അതിന്റെ ഇരിപ്പൊന്നും കാണാനില്ല. ശുദ്ധ ചൈതന്യം, ശുദ്ധ ബോധം, നിർമ്മലമായ ചിത്ത, അത് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ഈ അഹങ്കാരം ചുമ്മാ അങ്ങനെ അഭിമാനിക്കാണ്, കാരമാണത്. ഈ വ്യാകരണത്തില് പറയണ 6 ലകാരങ്ങളും ഇവിടെ വർക്കില്ല. വേദാന്തത്തില് അവിടെ ഒന്നിനും ആവശ്യമില്ല. അവിടെ ശുദ്ധ അസ്തിത്വമാണ്. ഇതൊക്കെ തന്നെ അഭിമാനത്തിന്റെ രൂപങ്ങളാണ്. ഈ അഭിമാനത്തിനെ നമ്മൾ അന്വേഷിക്കുമ്പോഴോ അത് സത്യമല്ല. അവിടെ അഭിമാനം ഹൃദയസ്ഥാനത്തിൽ ചെന്ന് മറയും. ഹൃദയത്തിലെ മറ്റൊന്ന് അഭിമാനത്തിന്റെ അഭാവത്തില് അസ്തിത്വത്തിന് അഭാവമൊന്നുമില്ല. വ്യക്തിത്വം പോണതുകൊണ്ട് അസ്തിത്വമൊന്നും പോയില്ല. അവിടെ ശുദ്ധമായ ആ അസ്തിത്വം ഈശ്വരന്റെ അസ്തിത്വമാണ്. അത് ബ്രഹ്മസ്വരൂപമാണ്, പരമാത്മസ്വരൂപമാണ്.
അത് ഹൃദയത്തില് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായ വസ്തുവായി പ്രകാശിക്കും. ഭാഗവതത്തില് നാരായണൻ എന്താണെന്ന് ചോദിച്ചു ഏകാദശ സ്കന്ധത്തില്. അപ്പോ പിപ്പലായനൻ എന്ന ആചാര്യൻ പറയണു, സ്ഥിതി ഉദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സത് ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. സ്ഥിതി ഉദ്ഭവ പ്രളയത്തിന് കാരണം ജന്മാദ്യസ്യേതഃ അഹേതു. അതിനെന്താ കാരണം വെച്ചാൽ അതിന് കാരണം സ്വയം പ്രകാശവസ്തു, സ്വയം കാരണമാണ്. യത് സ്വപ്നജാഗര സുഷുപ്തിഷു സത്, യാതൊന്ന് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ മാറാതിരിക്കുന്നു അസദ്വസ്തു. സ്ഥിത്യുദ്ഭവ പ്രളയഹേതു യത് സ്വപ്നജാഗര സുഷുപ്തിഷു സത് ബഹിഷ്ഠ. ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിലോ ദേഹ ഇന്ദ്രിയ പ്രാണ ശരീര മനസ്സ് ഇതൊക്കെ ഏതോന്നുള്ളപ്പോ പ്രവർത്തിക്കുന്നു. യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതായിവ. യാതൊന്നുള്ളപ്പോ ഏതോ ഒരു ചേതനയുടെ എൻലിവനിങ്, അതിന്റെ സ്ഫൂർത്തി, അതിന്റെ ഉദ്ദീപനം, അതിന്റെ പ്രചോദനം ഉള്ളപ്പോ ഈ ശരീരാദികള് വിഷയങ്ങളിൽ വ്യവഹരിക്കണം. അതെന്താ? ആ വസ്തു എന്താണ്? അത് നാരായണനാണ്, അത് പരം, അത് ഭഗവത് സ്വരൂപമാണ്. ഇപ്പൊ ഭഗവാനെ അറിയണമെങ്കിലോ ഈ അഹം തത്വം, അഹം ആത്മാ ഗൂഢാകേശ സർവഭൂതാശയസ്ഥിത എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അപ്പൊ കൃഷ്ണനെ അറിയണമെങ്കിൽ എന്താ? ആത്മതത്വം അറിയണം, ആത്മതത്വം അറിയണം. ആത്മതത്വം അറിയാതെ ഈശ്വരൻ എങ്ങനെ അറിയാൻ പറ്റും? ഈശ്വരൻ എന്നുള്ളത് വേറൊരു കോൺസെപ്റ്റാണ്. പലരും പല ഈശ്വരനും പറയണു. നിങ്ങളുടെ ഈശ്വരൻ, എന്റെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കളിപ്പാട്ടം പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? ഈശ്വരൻ എന്ന് പറയണത് എന്റെ ഈശ്വരൻ, എന്റെ ഈശ്വരൻ, അത് തമാശ. പക്ഷെ വാസ്തവത്തിലുള്ള ഭഗവത് തത്വം എന്താ? ആത്മതത്വം അറിഞ്ഞാൽ ഭഗവത് തത്വം അറിയാം. ആത്മതത്വം അറിയാതെ ഭഗവത് തത്വം അറിയാനൊക്കില്ല. തന്നെ അറിയാതെ എങ്ങനെ ഭഗവാനെ അറിയും? തന്നെ അറിയില്ല. ഏറ്റവും അടുത്തിരിക്കുന്ന ഇന്റിമേറ്റ് ആയിട്ടുള്ള വസ്തുവിനെ അറിയില്ല. അതറിഞ്ഞു കഴിയുമ്പോൾ അവിടെ അഖണ്ഡമായ ഭൂമാവ് ബ്രഹ്മം പ്രകാശിക്കും. ആ ബ്രഹ്മവസ്തുവാണ് ഞാൻ, അതാണ് നിങ്ങൾ, എല്ലാം അത് തന്നെ. സർവം ഖലു ഇദം ബ്രഹ്മ എന്നുള്ള സാക്ഷാത്കാരം, നിർവാണം, ബ്രഹ്മനിർവാണം. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഈ തത്വജ്ഞാനം മരിക്കുന്നതിന് മുമ്പെങ്കിലൊക്കെ വന്നാൽ രക്ഷപ്പെട്ടു എന്നാണ്. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി. ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമോഹം ഗച്ഛതി, അവന് മോഹിച്ചു പോവില്ല. സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണം വൃച്ഛതി. അന്തകാലത്തിലെങ്കിലുമൊക്കെ ഇതിലൊന്ന് നില കിട്ടിയാൽ, ഒരു പിടി കിട്ടിയാൽ, ഒന്ന് ഇരിക്കാൻ സാധിച്ചാൽ, സ്ഥാനം കിട്ടിയാൽ. ഗീതയുടെ അവസാന വാക്കതാണ്. ഹൃദയം കണ്ടെത്തി സ്ഥാനം, അതാണ് സ്ഥാനം പ്രാപ്സ്യതി ശാശ്വതം. ശാശ്വതം സ്ഥാനം ശാന്തിം ച. ശാന്തിയും സ്ഥാനവും ഒക്കെ ഒന്നാണ്. ശാന്തി ഹൃദയത്തിന്റെ എക്സ്പീരിയൻസ് ആണ്, മൈൻഡിന്റെ എക്സ്പീരിയൻസ്, മൈൻഡിന്റെ ലൊക്കേഷൻ എങ്ങനെ അറിയണു? ത്രൂ തോട്ട്സ്. ചിത്തവൃത്തികൾ കൊണ്ട് അവിടെ മനസ്സുണ്ടെന്ന് ഊഹിക്കണം. അല്ലാതെ മനസ്സൊന്നും ഒരു പദാർത്ഥം കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ഹൃദയത്തിന്റെ ലൊക്കേഷൻ എങ്ങനെ അറിയും? സമാധി അനുഭവം, ശാന്തി അനുഭവം, അതാണ് ഹൃദയം. ആ സമാധിയുടെ സ്ഥാനമാണ് ഹൃദയം. ശാന്തിയുടെ അനുഭവസ്ഥാനമാണ്. ഒരു സുഗന്ധം കണ്ട് പുഷ്പം കണ്ടെത്തുന്ന പോലെ ആ ശാന്തി, ആ അനുഭവത്തിന്റെ മൂലസ്ഥാനമാണ് ഹൃദയം. ആ ഹൃദയത്തിലെ ഈശ്വരസ്ഥാനം എന്ന് പറഞ്ഞു. അത് മാറാത്ത വസ്തുവാണ്. അതറിയുമ്പോ സദ്ഗുരു, ആ അറിഞ്ഞ ആള് ഗുരുവാണ്, അവൻ തത്വവിത്താണ്. ഇത്യേഷ മനീഷ മമ. ശങ്കരാചാര്യർ പറഞ്ഞു, ഇതെന്റെ നിശ്ചയമായ അഭിപ്രായമാണ്.
സൈവാഹം നചദൃശ്യവസ്തു. ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായിട്ടുള്ള യാതൊരു ബോധമുണ്ടോ, സംവിത്തുണ്ടോ, അതാണ് ഞാൻ. അല്ലാതെ ഈ വ്യക്തിയല്ല. ഇതിവിടെ ഉണ്ടാവും കുറച്ചു കാലം. ഈ എന്താ ഈ പഞ്ഞിപ്പാറ്റ ഉണ്ടാവുമല്ലോ, അതിനെന്താപ്പ നിങ്ങൾ പറയാ? ഉറക്ക പറയൂ. ചെയ്യാൻ പറ്റിയല്ല ആണോ? പഞ്ഞി അപ്പൂപ്പൻ താടി. ഈ അപ്പൂപ്പൻ താടി പോലെ ഈ ശരീരം ഇങ്ങനെ കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ നടക്കും. അത് പലതും ചെയ്യും. പക്ഷേ ആ സാക്ഷി വസ്തു ദൃക്കിനെ അറിഞ്ഞു കഴിയുമ്പോ സൈവാഹം, അതാണ് ഞാൻ. നചദൃശ്യ വസ്തു ഇത് ദൃഢപ്രജ്ഞാപിയസ്യാസ്തി ചേത്. ആർക്ക് ആ ദൃഢപ്രജ്ഞയുണ്ടോ സ ചണ്ടാളോസ്തു. ആ പ്രജ്ഞാണ് അവിടുത്തെ വാക്ക്, മഹാവാക്യത്തിന്റെ സൂചന. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ അങ്ങനെ പറഞ്ഞു. ആ പ്രജ്ഞ ആർക്കുണ്ടോ ആ പ്രജ്ഞ വിട്ടുപോകില്ല. അറിവൊക്കെ മാറി മാറിപ്പോവും, പക്ഷെ ആ പ്രജ്ഞ വിട്ടുപോകില്ല. മനസ്സൊക്കെ ചിലപ്പോ സത്വഗുണ രജോ ഗുണ തമോ ഗുണങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്നാലും തത്വവിത്തിന് പ്രജ്ഞ മാറില്ല. അതിന് മറ്റൊരു വാക്ക് പറയണ ജ്ഞപ്തി എന്നാണ്. ജ്ഞപ്തി. ആ ജ്ഞപ്തി മാറില്ല, ആ പ്രജ്ഞ മാറില്ല. ദൃഢപ്രജ്ഞാപിയസ്യ അസ്തി. ആർക്കുണ്ടോ സ ചണ്ടാള അസ്തു ദ്വിജ അസ്തു. ആ ദൃഢപ്രജ്ഞയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഒരുപക്ഷെ ആ അനുഭവത്തിൽ രാവും പകലും ഇരുന്നിട്ടില്ലെങ്കിൽ പോലും തത്വനിശ്ചയം വന്നാൽ രക്ഷപ്പെട്ടു. ആദ്യത്തെ പടിയാണത്. തത്വം ആധ്യാത്മികം ദൃഷ്ടുവ. ഉള്ളിലാദ്യം തത്വനിശ്ചയം വന്നു. പിന്നെ തത്വം ദൃഷ്ടുവാതു ബാഹ്യത. പതുക്കെ പതുക്കെ വ്യവഹാരത്തില് കുഴപ്പം വരുന്നത് കാണും. അറിഞ്ഞാലും വ്യവഹാരത്തിൽ വരുമ്പോഴൊക്കെ തപ്പി ഈ ശങ്കരാചാര്യരുടെ കഥ പോലെ അവിടെ എവിടെയൊക്കെ ഇടങ്കേട് ഇങ്ങനെ വരും, അപസ്വരം വരും. അതൊക്കെ തത്വജ്ഞാനം കൊണ്ട് സമമാക്കി പതുക്കെ പതുക്കെ സംഘം അങ്ങോട്ട് നിവർത്തിപ്പിച്ചു. തത്വം ദൃഷ്ട്വാതു ബാഹ്യത തത്വീഭൂത. തന്നെക്കുറിച്ചുള്ള എല്ലാ ഡെഫിനിഷനും മാറ്റി താൻ ആ പൂർണ്ണവസ്തുവായിട്ട് തന്നെ ഇരുന്ന് പഠിച്ചു. തദാരാമഹ. അതിൽ തന്നെ രമിച്ചു, വേറെ ഒന്നിനും രമിക്കണില്ല എന്നാണ്. തദാരാമഹ തത്വാത് അപ്രച്യുതോ ഭവേത്. ആ തത്വത്തിൽ നിന്ന് ഇനിമേലാതൊരു ച്യുതിയില്ലാത്ത വിധത്തിൽ നിഷ്ഠ സമ്പാദിച്ചു. ഇത്രയും പറഞ്ഞ് ആചാര്യസ്വാമി പറഞ്ഞു, ഈ അറിവൊക്കെ സമ്പാദിച്ച് മാണ്ഡുക്യകാരിക ഭാഷ്യത്തിൽ പറഞ്ഞു, അഹമേവം വിധഃ ഇതി അപ്രഖ്യാപയന് ജീവേതാന്ന്. ഞാൻ ഇന്ന വിധത്തിലാണ് ഇത് അറിഞ്ഞു എന്നൊന്നും ആരോടും പറയാൻ പോണ്ട, ഒരു മന്ദബുദ്ധി പോലെ ജീവിച്ചോളാന്നാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ആരെന്തോ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് സ്വസ്ഥമായിട്ട് കഴിയണത് ഒതുങ്ങിക്കൂടി ജീവിച്ച സമാധാനമായിട്ട് പോവാം അല്ലേ. ഇതിപ്പോ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ ഇത്തിരി അറിഞ്ഞു കഴിയുമ്പോൾ അവരൊരു ആശ്രമമൊക്കെ തുടങ്ങിക്കളയും. ഞാൻ ഇന്ന ദിവസം റിയലൈസ്ഡായി, എൻലൈറ്റൻഡായി, ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഇനി ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ കുറെ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടാക്കി നീർക്കോലിയുടെ വായിൽപ്പെട്ട പോക്കാച്ചി തവള പോലെ രണ്ടുപേരും ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ വേണ്ടാത്ത ഏർപ്പാടിനൊന്നും പോണ്ട. തത്വം അറിഞ്ഞിട്ട് സമാധാനമായിട്ട് അടുക്കളപ്പണിയൊക്കെ ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ അനാവൃത അങ്ങനെ ഇരുന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്രഖ്യാപയനാത്മാനം. ചിലർക്ക് പ്രാരബ്ധം ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ പെട്ടുപോയി, വേറെ നിവൃത്തിയില്ല. അങ്ങനെ വെച്ച് പറയേണ്ടി വരും. അത് ചിലരുടെ നിയത്തിയാണ്, പ്രാരബ്ധാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതിനൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, ആഗ്രഹിച്ചു വരാൻ പാടില്ല. ഈശ്വരൻ തലയ്ക്ക് കെട്ടിവെച്ചാൽ ഈശ്വരന്റെ ചുമതല, നമുക്ക് വിഷമമില്ല. അദ്ദേഹത്തിന് നമ്മൾ നോക്കേണ്ട വിധത്തിൽ നോക്കിക്കൊള്ളും. നമ്മളായിട്ട് ഇതിനൊന്നും ആഗ്രഹിച്ച് പ്രത്യേകിച്ച് ഇതിപ്പോ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ആ സത്യം പ്രകാശിച്ചാൽ തനിയെ എല്ലായിടത്തും വന്നോളും. ഒരു പുഷ്പം വിരിഞ്ഞ വണ്ടിനെ വിളിക്കൊന്നും വേണ്ട, തേനൊരിടത്ത് ഒഴിച്ച ഉറുമ്പിന് ഫോൺ ചെയ്യൊന്നും വേണ്ട, അത് വന്നോളൂ, അതുപോലെ നടന്നോളൂ. അങ്ങനെ അല്ലാതെ നമ്മളായിട്ട് കരുതിക്കൂട്ടി വലതും ചെയ്ത് അതൊരു ബന്ധമായിട്ട് പോകും. അതിനൊന്നും പുറപ്പെടണ്ട. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ശാന്തമായിട്ട് സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആൾ എനിക്ക് വളരെ പ്രഷ്യസ് ആണെന്നാണ്. അതായത് സന്തുഷ്ടനായിട്ടിരിക്കണു, ഇന്ദ്രിയങ്ങളൊക്കെ നിയമനം ചെയ്തുകൊണ്ട് സംയമിയായിട്ടിരിക്കണു, സ്വയം
തൃപ്തനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ അങ്ങനെയുള്ള ആളുകളെയൊക്കെ രത്നം പെറുക്കി വെക്കണ പോലെ ഞാൻ പെറുക്കി വെക്കും. മേൽമേൽ താഴ്ന്നിടും മെല്ലിയർ ചേർന്നിനി മേന്മയുற்றനയൻ അരുണാചല. അക്ഷരമണമാലയില് മഹർഷി ഒരു പാട്ട് പാടി. അരുണാചലേശ്വരൻ ഈ അടങ്ങിപ്പോകുന്ന മഹാത്മാക്കളെയൊക്കെ പെറുക്കി പെറുക്കി അടുത്തു വെക്കും അത്ര. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വത്താണതെന്നാണ്. അങ്ങനെ ജീവിച്ചുള്ള സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. തുടർന്ന് നാളെ തുടർന്നുള്ള ശ്ലോകം കാണാം.